രണ്ടാമത്തെ ഗാനം എനിക്കായി മരക്കുരിശിൽ. എനിക്കായി മരക്കുരിശിൽ.
Thank you, choir, for a blessed singing session. Thank you for all the choir members for taking this effort. 33-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായിട്ട് വായിക്കുവാൻ മിസ്റ്റർ മാണി കെ എബ്രഹാം സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. മിഥുൻ is leading. Okay. Yes, Acha. Psalms 33 responsively. Psalms chapter 33 for today's responsive reading. All you that are righteous, shout for joy for what the Lord has done. Praise him, all you that obey him. Praise the Lord with the harps, make music to him on the 10 string lyrics. Sing a new song to him, play the harp with skills, and shout for joy. For the word of the Lord is the right and truth. He is faithful in all he does. The Lord loves what is righteous and just, his constant love fills the earth. By the word of the Lord the heavens were made, their fair host of the breath of his mouth. He gathered all the seas into one place, he shut up the ocean's depth in storerooms. Let all the earth fear the Lord, let all the people of world reveal him. When he spoke, the world was created. At his command, everything appeared. The Lord flows the plans of the nation, the harps and the purpose of the people. But his plans endure forever, his purpose lasts eternally. Blessing the nation whose God is the Lord, the people have chosen for his inheritance. The Lord looks down from heaven and the seas and sees the whole human race. For his dwelling place of his watches, all who live on earth. He forms all their thoughts and knows everything they do. No king is saved by the size of his arm, no warrior is escaped by his great strength. War horses are
useless for victory. Their great strength cannot save. But the eye of the Lord are one those who fear him, one those who hope in his unfairly love. He saves them from death. He keeps them alive in times of famine. We wait in hope for the Lord. He is a help and a shield. We are glad because of him. We trust in his holy name. May your unfailing love be with us, Lord, even as we put our hopes in you. Amen. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു പാരക്മാർ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അല്പസമയം നമുക്ക് ചിലവിടാം. നമ്മുടെ ഈ ലോകത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവിക കൃപകളിലൊക്കെയും പ്രാപിച്ച് അനുഗ്രഹത്തോട് സൗഖ്യത്തോട് കർത്താവെ ജീവിപ്പാനുള്ള സാധ്യത അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അനുഗ്രഹപ്രദമായ ഒരു കർത്താവെ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ അങ്ങയുടെ കൃപയിലായിരിക്കാൻ ഇടയാക്കണമേ. അവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടമൊന്നുമല്ല, നിന്റെ ഹിതം നിറവേറ്റുവാൻ അവരെ നീ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവിക സ്നേഹം, ദൈവിക കൂട്ടായ്മ അനേകർക്ക് നൽകുവാൻ ഞങ്ങളെ സഭയായിട്ട് നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇമ്മാനുവൽ മാർത്തമയുടെയൊക്കെയായി സ്തോത്രം ചെയ്യാം. ബാംഗ്ലൂർ പ്രദേശത്തിൽ കർത്താവെ ഒരു ദേവാലയം പണിയുവാൻ, അതിലൂടെ ആത്മീയമായ കൂട്ടായ്മ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. വിശ്വസ്തനായ ദൈവം, ഇതുവരെ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ നീ നടത്തി, നീ സഹായിച്ചു, നീ അനുഗ്രഹിച്ചു. കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവത്തോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ അനുഗ്രഹപ്രദമായ ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൺവെൻഷനായിട്ടും ഫാമിലി സൺഡേ ആയിട്ട് ഞങ്ങൾ ക്രമപ്പെടുത്തുന്നില്ല. കർത്താവെ, കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സീനിയർ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വിശ്വാസ തീക്ഷ്ണതയായി സ്തോത്രം ചെയ്യാം. കർത്താവെ, ബലം ക്ഷയിക്കുമ്പോൾ ബലവാനായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പഠിപ്പിച്ച പാഠങ്ങൾ മറക്കാതെ ദൈവകൃപയിൽ നിൽക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങൾ വിശ്വസ്തനായ ദൈവത്തിന്റെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. രോഗത്തിലൂടെ കടന്നുപോകുന്ന മാതാപിതാക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ സൗഖ്യവും നിന്റെ ബലവും നിന്റെ പ്രത്യാശ നൽകി നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ഭാവിയായ ലോകത്തിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ കൃപയാൽ കർത്താവെ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, പഠിക്കുവാൻ, ഉന്നതമായ ഭാവിയിലേക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവെ, ഈ സമയത്ത് അനേക കുഞ്ഞുങ്ങൾ ഈ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കർത്താവെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നല്ലോ. അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരുടെ മക്കളുടെ ഉന്നതമായ ഭാവിക്ക് വേണ്ടി കർത്താവെ അവർ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടാകർത്താവായ ദൈവത്തെ തിരിച്ചറിയുവാൻ, യഹോവയിൽ ആശ്രയിപ്പാൻ, യഹോവയ്ക്ക് വേണ്ടി സാക്ഷ്യം കാഴ്ചവെക്കുവാൻ ആ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടവയിൽ അനേക കുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തിയിരിക്കുന്നല്ലോ കർത്താവെ. കർത്താവെ, ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. തക്കത്തുന്ന ജീവിതത്തിൽ ലയിപ്പാൻ, ഒരു അനുഗ്രഹപ്രദമായ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ കർത്താവെ നിന്റെ മക്കളായി ജീവിപ്പാൻ അവർക്ക് സാധ്യത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേക ദമ്പതികൾ, പ്രത്യേകിച്ച് യങ് ഫാമിലീസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർ അനുഭവിക്കുന്ന സ്ട്രെസ്, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കർത്താവെ അവർ കടന്നു പോകുമ്പോൾ കർത്താവെ നിന്റെ കൃപ വ്യാപിപ്പിക്കണമേ. നിന്റെ സഹായവും നിന്റെ നടത്തിപ്പ് അവർ അനുഭവിപ്പാൻ ഇടയാക്കണമേ. അനേക ദമ്പതികൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ പ്രയാസവും അവരുടെ മാനസികമായ സംഘർഷങ്ങളൊക്കെയും തിരിച്ചറിഞ്ഞ് നീ കർത്താവെ ആ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
പ്രത്യേകിച്ച് അനേക രോഗികൾ ഞങ്ങളുടെ ഇടവയിലുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവെ അവരെ ദൈവസന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി യാചിപ്പാൻ ഈ നാളുകൾ ഞങ്ങളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഒരു പ്രാർത്ഥനാ സമൂഹമായി കർത്താവിനോട് മുമ്പിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങളുടെ രോഗികൾക്ക് നീ നൽകുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ റോയ് മാത്യുവിന് നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. പരിപൂർണമായി വിടുതൽ നൽകണമേ. മിസ്സസ് എലിസബത്ത് കോശി ആന്റി ഡിസ്ചാർജായി ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നല്ലോ. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം കരയിട്ടുന്നു. കർത്താവെ, നിന്റെ മകളെ ബലപ്പെടുത്തണമേ, പരിപൂർണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ മിസ്സസ് സാറമ്മ വോഗീസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിസ്സസ് മീന ഫിലിപ്പ് ആന്റിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയാൽ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സഹായിക്കണമേ. മിസ്സസ് മിനി എസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ കർത്താവെ, മേബിൾ മെറിൻ സൗഖ്യം നൽകിയ ദൈവമേ, നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ജോർജ് കെ പോലങ്ങളിൽ നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം കരയറ്റാം. നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വെക്കാം. കർത്താവെ, നീ ഞങ്ങളെ കുടുംബമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ ക്രൂശിന്റെ പാതയിൽ സഞ്ചരിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളോട് വചനം, കർത്താവിന്റെ സന്ദേശം നൽകുന്ന സ്നേഹമുള്ള നെബുവച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. പഠനത്തിലും കർത്താവെ, കുടുംബജീവിതത്തിലും സാക്ഷ്യത്തിലും ദൈവകൃപ വ്യാപിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മിസ്സസ് റാണി മാത്യു കേൾക്കാമോ? കേൾക്കാനാണ്. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇവിടെ ഓൺലൈനായിട്ടും കർത്താവെ ഈ നിന്റെ ആലയത്തിലും കർത്താവെ ഒരുമിച്ച് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിനായിട്ടും കർത്താവെ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങൾക്കായിട്ടും തന്നിരിക്കുന്ന എല്ലാ കർത്താവെ സുഖ സൗകര്യങ്ങൾക്കായിട്ടും കർത്താവെ സസ്റ്റെയിൻ ചെയ്യുവാനും കർത്താവെ ഈ നാളുകളിലൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് തന്ന വിടുതലുകൾക്കായിട്ടും കർത്താവെ എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൊന്നും കർത്താവെ അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരല്ലല്ലോ കർത്താവെ. നിന്റെ മഹാദയാലും കരുണയാലും കർത്താവെ നീ ഞങ്ങളെ പോറ്റി പുലർത്തി കർത്താവെ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. കരുണ ചെയ്ത് കർത്താവെ നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ നീ ഞങ്ങളെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കർത്താവെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. നീ വലിയവനായ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ എവിടെ ആയിരുന്നാലും കർത്താവെ ഞങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ വിശ്വസ്തനായ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ പരിചയം കർത്താവെ ഞങ്ങളുടെ കോട്ടയും കർത്താവെ ആയതിനാൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ തന്ന എല്ലാ നന്മകൾക്കായിട്ടും കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഈ ദേശം കർത്താവെ ഇവിടുത്തെ അധികാരികൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിസ്ഡം കൊടുക്കണമേ കർത്താവെ, ഡിസേൺമെന്റ് കൊടുക്കണേ കർത്താവെ. ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കുവാൻ കർത്താവെ അവർക്ക് വേണ്ടുന്ന എല്ലാ കർത്താവെ വിസ്ഡം ഡിസേൺമെന്റും കർത്താവെ നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു കർത്താവെ സെൽഫിഷായിട്ടല്ല കർത്താവെ അവരുടെ ഉന്നമനത്തിനായിട്ട് കർത്താവെ പ്രവർത്തിപ്പാൻ ദൈവമേ അതിനായിട്ട് കർത്താവെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ നീ അവരെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണേ. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള അധികാരികൾ കർത്താവെ ഭരണത്തിൽ ഉണ്ടാവാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക കർത്താവെ സ്റ്റേറ്റിനായിട്ടും ബാംഗ്ലൂർ ദേശത്തിനായിട്ടും കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ കർത്താവെ പല ഇടങ്ങളിൽ നിന്ന് കർത്താവെ നീ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ കർത്താവെ. ഇവിടെ ഞങ്ങൾ ഈ ആലയം പണിയുവാനും കർത്താവെ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ഒരു കോൺഗ്രിഗേഷനായിട്ട് കർത്താവെ നിന്നെ ആരാധിക്കുന്ന ഒരു ജനമായി കർത്താവെ നീ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ചെറിയൊരു ജനമെങ്കിലും കർത്താവെ
നിന്നോട് കർത്താവെ വിശ്വസ്തയുള്ളവരായി, കർത്താവെ നിന്നോട് അനുസരണമുള്ളവരായി കർത്താവെ ഇരുപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കായിട്ടും കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഈ ചർച്ചിലെ എല്ലാ ഫാമിലീസിനെയും കർത്താവെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇവിടുത്തെ സീനിയർ മെമ്പേഴ്സിനെ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, വാർദ്ധക്യവും നരയുള്ള കാലത്ത് കർത്താവെ നീ കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, എത്രത്തോളം നീ അവരെല്ലാം വഴി നടത്തിയല്ലോ കർത്താവെ. ഇപ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ദൈവം ഏത് അവസ്ഥയിലായിരുന്നാലും നീ ഞങ്ങളെ അറിയുന്ന ദൈവമാണല്ലോ കർത്താവെ. അവരുടെ ലോൺലിനെസ്സിലും കർത്താവെ അങ്ങനെ ഒന്നും കർത്താവെ ആകാതെ കർത്താവെ നീ അവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ദൈവമേ, കർത്താവെ മക്കൾക്കോ അല്ലെങ്കിൽ കർത്താവെ അവരെ അറിയുന്നവർക്കോ കൂടെ ആയിരിക്കാൻ സാധിച്ചില്ലെങ്കിലും കർത്താവെ നീ കർത്താവെ കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ദൈവമേ, ബലപ്പെടുത്തുന്ന കർത്താവെ, ആരോഗ്യം നീ കൊടുക്കണേ കർത്താവെ. അസ്ഥികളെ ബലപ്പെടുത്തുന്ന കർത്താവെ, സുഖമായിട്ടും കർത്താവെ സന്തോഷമായിട്ടും കർത്താവെ സമാധാനമായിട്ടും ഇരിപ്പാൻ കർത്താവെ എല്ലാ ആൻസൈറ്റിയിൽ നിന്നും കർത്താവെ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒന്നും കർത്താവെ ഒരു കർത്താവെ ലോൺലി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും വരാതെ തനിയാകുന്നു എന്ന് കർത്താവെ തോന്നാതെ കർത്താവെ നീ ഉണ്ടല്ലോ കർത്താവെ, അത് മതി എന്ന് കർത്താവെ ഉള്ള അതിൻ്റെ കൃപ മതി എന്ന്, നിന്റെ കൃപ എനിക്ക് മതി എന്നുള്ള വിശ്വാസത്തിൽ കർത്താവെ അവരൊക്കെ ആയിരിക്കാൻ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നെല്ലാം കർത്താവെ വിടുതലും ആശ്വാസവും നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടയിൽ കിടക്കുന്നവരെ കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ രോഗികൾക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പേര് പറഞ്ഞു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ കിട്ടിയിരിക്കുന്ന വിടുതലുകൾക്കായിട്ടെല്ലാം സ്തോത്രം. ഹീലിംഗിനായിട്ട് കർത്താവെ സ്തോത്രം. കർത്താവെ ദൈവമേ, നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കുന്നു കർത്താവെ. അങ്ങനെ ആവുന്നില്ല കർത്താവെ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കർത്താവെ നീ യഹോവ റാഫ കർത്താവെ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ എല്ലാ രോഗത്തിൽ നിന്നും കർത്താവെ നീ നിലംപരിചാകാതെ ഞങ്ങളെ സൂക്ഷിച്ചുവല്ലോ കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഈ കോവിഡിന്റെ സമയത്തൊക്കെയും കർത്താവെ എത്രത്തോളം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. രോഗത്തിലായിരുന്നവരെയൊക്കെ നീ വിടുവിച്ചല്ലോ കർത്താവെ, സൗഖ്യം കൊടുത്തല്ലോ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇപ്പോൾ കർത്താവെ വേദന അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, ക്ഷീണത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പേര് പറഞ്ഞു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ മെമ്പേഴ്സിനായിട്ടും കർത്താവെ ഒരിക്കൽ കൂടി അവരെ സമർപ്പിക്കുന്നു. കർത്താവെ നീ സമീപസ്ഥനായിരിക്കുന്നേ, നിന്റെ സൗഖ്യമാക്കുന്ന കരങ്ങൾ തൊട്ട് കർത്താവെ നീ സൗഖ്യം കൊടുക്കണമേ. സൗഖ്യം ആവശ്യമുള്ളവർക്ക് എല്ലാം കർത്താവെ നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മനസ്സുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നവരെ കർത്താവെ ഞങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവെ ആരുമില്ല എന്ന തോന്നലുകൾ ഉള്ളവരെ കർത്താവെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സങ്കടം പറയാൻ ആരും ഇല്ലാത്തവരെ കർത്താവെ ഞങ്ങൾ പ്രത്യേകമായി ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, നീ കർത്താവെ വലിയവനായ ദൈവമാകിയാൽ സ്തോത്രം. ദൈവമേ, നീ കർത്താവെ ആശ്വാസം കൊടുക്കണേ കർത്താവെ, സൗഖ്യം കൊടുക്കണേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ നീ കർത്താവെ നാവുകളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കർത്താവെ ഒരു കോൺഗ്രിഗേഷനായിട്ട് കർത്താവെ ഈ കർത്താവെ ആലയത്തിൽ കൂടി വരുമ്പോൾ ദൈവമേ ഒരുമിച്ചായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഭാരം കർത്താവെ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്ന ഒരു ജനമാക്കി ഞങ്ങളെ നീ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, നിന്റെ വചനം ലൈറ്റായിട്ട് എടുക്കാതെ കർത്താവെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ നീ ഞങ്ങളെ ഏത് പർപ്പസിനാക്കി വെച്ചിരിക്കുന്നു അതേമേ അത് നിറവേറ്റുവാൻ ഈ ഭൂമിയുടെ ഉപ്പായും വെളിച്ചമായും ഒക്കെ ഇരുപ്പാൻ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങളുടെ യുവജനങ്ങളെ കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, ജോലി ഒക്കെ ട്രൈ ചെയ്യുന്നവരെ കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന മക്കളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ സ്റ്റഡീസിന്റെ കാലത്തിൽ കർത്താവെ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ള കാലത്തിൽ ദൈവമേ നഷ്ടപ്പെട്ടു പോകാൻ കർത്താവെ നീ ഒരിക്കലും സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ മാതാപിതാക്കൾ അവരുടെ അടുത്തില്ലെങ്കിലും കർത്താവെ അവർ ദൂരെ ആണെങ്കിലും കർത്താവെ നീ അവർക്ക് കർത്താവെ കാവലും പരിചയം കോട്ടയമായിരിക്കണേ. സാത്താൻ അവരെ എടുത്തുകൊണ്ട് പോകാതെ കർത്താവെ നിന്റെ രക്തത്തിന്റെ മറവാൽ കർത്താവെ നീ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ,
കർത്താവെ, യുവജനങ്ങൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുവാൻ കർത്താവെ, ആത്മാവിൽ എരിവുള്ളവരായിരിക്കാൻ കർത്താവെ, വചനം വായിക്കുന്നവർ മക്കളായി കർത്താവെ ജീവിപ്പാൻ വിശ്വാസത്തിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ എരിവുള്ളവരായി കർത്താവെ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെയും കർത്താവെ വചനം പഠിപ്പാൻ കർത്താവെ ഉത്സാഹമുള്ളവരായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ. വചന കേൾവിക്കായി കർത്താവെ എത്ര അവസരങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്തി കർത്താവെ, എത്രയോ മക്കളെ കർത്താവെ വേറെ എത്ര കാര്യങ്ങളിൽ കർത്താവെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. അതൊക്കെയും കർത്താവെ മനസ്താപം നീ കൊടുക്കണേ കർത്താവെ. ദൈവമേ കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവരെല്ലാം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കുള്ള മാതൃകയായിട്ട് ഇരുപ്പാൻ കർത്താവെ ഞങ്ങൾ മാതാപിതാക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെയുള്ള കർത്താവെ ഒരു ജനമായി ഈ കൂട്ടമായി തീരുമാനം ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ചർച്ചിലെ എല്ലാ ഓർഗനൈസേഷൻസിനെയും കർത്താവെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ ഭാരവാഹികളെയും കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ദൈവമേ. കർത്താവെ നിന്റെ വേലയിലായിരിക്കുന്ന കർത്താവെ ഞങ്ങളെ സ്പിരിച്വലി കർത്താവെ ലീഡ് ചെയ്യുന്ന കർത്താവെ അച്ഛനെയും കർത്താവെ എല്ലാ മിഷണറി അച്ഛന്മാരെയും മിഷണറീസിനെയും കർത്താവെ തിരുമേനി മാരെയും കർത്താവെ മെട്രോപോളിറ്റനെ എല്ലാം കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ദൈവമേ. നിനക്ക് വേണ്ടി നേതൃത്വം ചെയ്യുവാൻ കർത്താവെ നിന്റെ വചനം എത്താത്ത ഇടങ്ങളിൽ കർത്താവെ ഓരോ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ കർത്താവെ നിന്നെ കാണിക്കുന്നവരായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകളൊക്കെയും കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. വചനം പറയുന്ന ദാസനെ കർത്താവെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നു. നീ കർത്താവെ കേൾപ്പിക്കാൻ കർത്താവെ ഉദ്ദേശിച്ചിരിക്കുന്ന വചനം കർത്താവെ കേൾപ്പിക്കുവാൻ ദൈവമേ ദാസനെ നീ ബലപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു വേണ്ടി കർത്താവെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വചനം നീ നാവിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കേൾക്കാൻ കർത്താവെ ചെവി ഉള്ള കർത്താവെ ഒരുക്കണമേ. മനസ്സുകളെയും ഹൃദയങ്ങളെയും കർത്താവെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടി വരുവാനുള്ളവരെ വേഗം കൂട്ടി ചേർക്കണേ കർത്താവെ. എവിടെ ആയിരിക്കുന്ന ആളുകളെയും കർത്താവെ ദൈവമേ നീ കർത്താവെ വിളിച്ചു കർത്താവെ നീ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു കർത്താവെ. ദൈവമേ ആ ബുദ്ധിയുള്ള കന്യാമാരെ പോലെ കർത്താവെ ഒരുക്കമുള്ളവരായ എപ്പോഴും ഇരുപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്പെഷ്യലി കർത്താവെ നെബൂഖദ്നേസറിനെ കർത്താവെ അഭിഷേകം കർത്താവ് നീ ചെയ്യണം. എൻ്റെ ആത്മാവിന്റെ ശക്തിയും ബലവും നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊച്ചുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തരുന്നുള്ള ശുശ്രൂഷകളെയും കർത്താവെ നീ അനുഗ്രഹിച്ച് വാഴ്ത്തി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവെ ഫിസിക്കലായിട്ടും കർത്താവെ അല്ലാതെയും വെർച്വലായിട്ട് എവിടെ ആയിരിക്കുന്നു അവിടെ ഓരോരുത്തരെയും കർത്താവെ നിന്റെ ചിറകിൻ മറവിൽ നീ കാത്തു സൂക്ഷിക്കുന്ന ഇന്നത്തെ കർത്താവെ വചന ശുശ്രൂഷ കർത്താവെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാം കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നീ You are an awesome God and we thank you and we praise you, Lord. We worship you, Lord. Let this be a time of worship. Let this be a time of meditation. And Lord, may the word touch each and every heart that listens to this, Lord. Thank you, Jesus. കർത്താവെ പ്രാർത്ഥന എല്ലാം കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കൺവെൻഷന്റെ രണ്ടാം ദിനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നെബൂഖദ്നെ സ്വാഗതം ചെയ്യാൻ അഡ്വൈസ് സെക്രട്ടറി മിസ്റ്റർ ബിജു തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പത്തന്നൂർ ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുടെ 2021 ആണ്ടിലെ കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മിഥുൻ വായിച്ചതായ സങ്കീർത്തനം 33 അതിന്റെ 12ഉം 18ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കട്ടെ. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. 18ാം വാക്യം.
യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രണ്ടാമത്തെ രാത്രിയിൽ ഏകദേശം 32ഓളം മെമ്പേഴ്സ് കൺവെൻഷന്റെ ഓൺലൈനിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള കൺവെൻഷനിൽ പങ്കാളികളാവുന്ന ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷന് അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നതായ ഇടവക വികാരി ബഹുമാനപ്പെട്ട ബിനു ചെറിയൻ അച്ഛന്റെ നേതൃത്വം ശാന്തമായി തന്റെ ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ചെയ്യുന്നതായ ബിനു അച്ഛനെ വളരെ ഹാർദവമായി ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം കേട്ടതുപോലെ ഇന്നത്തെ നമ്മുടെ യോഗത്തിലും ബഹുമാനപ്പെട്ട നെബു കെ വർഗീസ് അച്ഛൻ സംബന്ധിക്കുന്നു. അച്ഛൻ ഓതറ സ്വദേശിയാണ്. അച്ഛൻ ഇപ്പോൾ കോട്ടയം വൈദിക സെമിനാരിയിൽ MTH ഉപരിപഠനം ചെയ്യുന്നു. ഇതെല്ലാം ഇന്നലെ ബിനു അച്ഛൻ പറഞ്ഞതാണ്. ഇന്നലെ അച്ഛൻ ചോദിച്ചു, അച്ഛനെ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നു മംഗലം ജോസഫ് വർഗീസ് അച്ഛൻ ഏറ്റവും അടുത്തുള്ള ഓതറ മംഗലത്തിൽ നിന്ന് ബിജു മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. ഞാനും അച്ഛൻ ഇറങ്ങുന്നതായിട്ടുള്ള ഒരു സ്റ്റേഷൻ അടുത്താണ്. അച്ഛൻ ഇറങ്ങുന്നത് ചെങ്ങന്നൂരാണെങ്കിൽ ഞാൻ ചെങ്ങന്നൂർക്കാരനാണെന്ന് പറയാം. ചെങ്ങന്നൂരിനടുത്ത് വെൺമണി സ്വദേശിയാണ്. അച്ഛൻ തിരുവല്ലയിലാണ് ഇറങ്ങുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും പരിചയപ്പെടുത്താതിരുന്നത്. അച്ഛനെ ഓൺലൈനിൽ കൂടെയാണല്ലോ കണ്ടിരുന്നത്. എന്നാൽ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ കഴിഞ്ഞ രാത്രിയിൽ അച്ഛനിൽ നിന്ന് ലഭിക്കാനായിട്ട് ഇടയായി. ശാന്തമായി ദൈവവചനം പറഞ്ഞു തരുവാനായിട്ട് ഇന്നലെ അച്ഛനെ ദൈവം ബലപ്പെടുത്തി. ഇന്നലെ അച്ഛൻ പറഞ്ഞത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. ആ പ്രവാചക പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ചു. 1 മുതൽ 40 വരെയും, 41 മുതൽ 55 വരെയും, 56 മുതൽ 66 വരെയും ഉള്ളതായിട്ടുള്ള ആ വിഭജനം നാം കേട്ടു. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ അച്ഛൻ തന്നു. ദൈവകോപം ഇസ്രായേൽ ജനത്തിന്മേൽ വരുന്നു. പുതിയ അനുഭവത്തിലേക്ക് അവരെ ദൈവം വിളിക്കുന്നു, അവരെ ദൈവം ഉറപ്പിക്കുന്നു. മറ്റ് 3 പോയിന്റ് അച്ഛൻ അതിന്റെ ആസ്പദമാക്കി പറഞ്ഞത്, നമ്മെ അറിയുന്നവനായ ദൈവം, നമ്മെ ഒരു പുതിയ തുടക്കത്തിനായി നമ്മെ വിളിക്കുന്ന ദൈവം, ദൈവീയ വാഗ്ദാനം നമ്മിൽ നിവർത്തിക്കുന്നവനായ ദൈവം. ശാന്തമായി നമുക്ക് ഈ ഓൺലൈനിലായതുകൊണ്ട് ഈ എല്ലാവരും പറയുന്നത് പോലെ തട്ട് തകർപ്പൻ പ്രസംഗമൊന്നും നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ശാന്തമായി ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ദൈവം അച്ഛനെ ബലപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി ബഹുമാനപ്പെട്ട നെബു കെ വർഗീസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഹെണ്ണൂർ ഗദലഹള്ളി പ്രയർ ഗ്രൂപ്പ് ആകുന്നു. കൊയർ മെമ്പേഴ്സ് പാട്ടുകളൊക്കെ പാടി അവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷവും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. താങ്ക് യു. Thank you, Vijay. I would now request the church members to videos okay on ചെയ്യണം, മൈക്ക് ഒക്കെ മ്യൂട്ട് ചെയ്തിടണം. വീഡിയോസ് നിങ്ങളെ കാണാൻ തക്കണം, പരസ്പരം കാണുവാൻ, പരസ്പരം പ്രാർത്ഥിപ്പാൻ, അച്ഛൻ അത് വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടത്തുവാൻ സാധിക്കും. ദയവ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്യണം. താങ്ക് യു. ഓവർ ടു യു നെബു അച്ഛൻ. താങ്ക് യു അച്ഛൻ. ദൈവത്തിന് സ്തോത്രം. കൊത്തന്നൂർ ഇമ്മാനുവേൽ ഇടവകയുടെ ഈ വർഷത്തെ കൺവെൻഷൻ 2ാം ദിവസ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം എനിക്കും പങ്കെടുക്കുവാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും ദൈവം അവസരം തന്നു. ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എവറി ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ദിവസവും വളരെ പ്രാധാന്യമുള്ളതാണ്. നാം ഉണർന്നെഴുന്നേറ്റ് സന്ധ്യ വരെ നാം എത്തുന്നെങ്കിൽ ആ 12 മണിക്കൂറിനകം, അല്ലെങ്കിൽ ഇന്നലെ മുതൽ നമ്മൾ പിന്നിട്ട 24 മണിക്കൂറിനകം ദൈവത്തിന്റെ കരുണ എന്തുമാത്രം നമ്മിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു എന്ന് ഓർക്കാം. ഈ സന്ധ്യയിലും കർത്താവ് ആക്കിയിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ആയിരിക്കുന്നു എന്നുള്ള ബോധത്തിൽ ഉണ്ടായിരിക്കും. ഇന്നലെ ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ചിന്തിക്കുന്നതിന് അവസരം ലഭിച്ചു. എനിക്ക് നന്നായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ പ്രസംഗത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ അല്പമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എവരിതിങ് ഈസ് ഓർഡർലി. എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യുന്നു, ക്രമീകരിക്കപ്പെടുന്നു. തീർച്ചയായും
ദൈവം നമ്മളുടെ മധ്യത്തിലുണ്ട്. നമ്മൾ 10-33 ഡിവൈസിൽ എനിക്ക് തോന്നുന്നൊരു 50-60 പേരെങ്കിലും മിനിമം കാണും. പലയിടങ്ങളിലായി നമ്മൾ ചേർന്ന് വന്നിരിക്കുന്നെങ്കിലും എല്ലാ ഇടങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഐ ക്യാൻ ഫീൽ ഇറ്റ് റൈറ്റ് നൗ ഹിയർ. ഞാൻ നാട്ടിൽ തിരുവല്ലയ്ക്ക് അടുത്തുള്ള എൻ്റെ സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവവും ഒരു ശക്തിയും, ഗോഡ്സ് പ്രസൻസ്, ദി പ്രോമിസ്ഡ് എറ്റേണൽ പ്രസൻസ്, അതും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉള്ളതാണ് അല്ലേ? പക്ഷെ നമ്മളൊരു പ്രത്യേക സമയം വേർതിരിച്ച് ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ടൈം ഓഫ് പ്രസൻസ്, സാന്നിധ്യത്തിന്റെ ഒരു സമയമായി ഇതിനെ കാണുക. അച്ഛനെ ക്ഷണിച്ചതിൽ അച്ഛനോടുള്ള പ്രത്യേകം നന്ദി. അച്ഛൻ്റെ നേതൃത്വം വളരെ ഗ്രേസ്ഫുൾ ആയി എനിക്ക് ഫീൽ ചെയ്യുന്നു. താങ്ക് ഗോഡ് ഫോർ ഹിസ് സർവീസസ്, ഹിസ് മിനിസ്ട്രി, ഫോർ ബ്ലെസ്സിങ്. നിങ്ങളെല്ലാം വിവിധ തരത്തിൽ നേതൃത്വം നൽകുക. ഇന്ന് ഗായക സംഘം ഉണ്ടായിരുന്നു, ഇന്നലെ ഗായക സംഘം ഇല്ലായിരുന്നു. എല്ലാം ഇന്നലെയും നന്നായി നമ്മൾ പാട്ടുപാടി തുടങ്ങി. ലില്ലി തോമസ് ആൻറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ പാടിയത്. അല്ല, ഇറ്റ് വാസ് ഗ്രേസ്ഫുൾ. ഇന്ന് ഗായക സംഘം ഉണ്ടായിരുന്നു, അത് നന്നായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും അവരവരായിരിക്കുന്നിടത്തെ ദൈവാലയത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് കാണണം അല്ലെ? ദൈവാലയം നമ്മുടെ കുറെ നാൾ നമ്മുടെ പള്ളികളൊക്കെ അടഞ്ഞു കിടന്നു. വേദപുസ്തകത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ദൈവാലയം എന്ന് പറയും. ഒന്ന് ദ റിയൽ ടെമ്പിൾ, 2 നമ്മുടെ ഭവനങ്ങളാണ്, 3 നാം തന്നെയാണ്, നമ്മുടെ ശരീരമാണ് അല്ലെ? അപ്പോൾ എല്ലാം കൂടെ ഒരിക്കലും അടച്ചിട്ടിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലെ? നമ്മുടെ ശരീരം ഇസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മുടെ ഭവനങ്ങളെ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയം എന്നുള്ള രീതിയിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. വേദപുസ്തക പ്രകാരമുള്ള ചില ചിന്തകൾ നൽകുന്നുണ്ട്. നമ്മളെല്ലാം geographically ഒക്കെ we are divided, we are parted, but we are united. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, ആത്മാവിനാൽ നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. We are part of the holy body of Christ. ദൈവ ശരീരത്തിന്റെ ഭാഗമായി നാം പലയിടങ്ങളിലായിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ നമുക്ക് ഇന്നും ഈ സന്ധ്യയിലും ഒരുമിച്ച് അടുത്തു വരാം. കർത്താവ് നമ്മളെ കാണുന്നവനാണ്. എവിടെ ആയിരുന്നാലും അല്ലെ? നമ്മൾ ക്യാമറ നിഗരാനി മേഹ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെ ആയിരുന്നാലും കർത്താവിന്റെ കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട്. ഹഗാറിനെ കുറിച്ച് നമുക്കറിയാം. മരുഭൂമിയിൽ പോയപ്പോൾ അത് പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു അല്ലെ? അവിടെ ദൈവത്തിനൊരു പേര് തന്നെ എഴുതുന്നുണ്ട്. എന്നെ കാണുന്നവൻ എന്ന് പറഞ്ഞ് ദൈവത്തിനൊരു പേര് നൽകുന്ന ഹാഗാറിനെ കാണുന്നുണ്ട്. എന്നെ കാണുന്നവനാണ് കർത്താവ്, അവന്റെ പ്രസൻസിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധത്തിൽ നമുക്ക് ദൈവം ഭാഗ്യം അടുത്തു വരാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വി ഹാവ് നോ കൺട്രോൾ ഓവർ യു, ഇറ്റ് ഈസ് അപ് ടു യു. എങ്ങനെയാണ് ഈ സമയത്ത് ഉപയോഗിക്കുന്നുള്ളതാണ്. ഡിസ്ട്രാക്ടിങ് ആയിട്ടുള്ള സാഹചര്യത്തിലായിരിക്കുന്നെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ആംബിയൻസ് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുക. ദൈവം നമ്മെ കാണുന്നുണ്ട്. നാം ഒരുമിച്ച് ഈ ഒരു പ്രയാസമുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് പ്രോസസ് ഒക്കെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ബട്ട് താങ്ക് ഗോഡ്, ഇന്നലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇന്നും അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കാൻ നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ തയ്യാറെടുപ്പും നിങ്ങളുടെ ഓർഡറും ഒക്കെയാണ് എൻ്റെ ശക്തി. അതിൽ ഞാൻ ഈ സന്ധ്യയിലും ശരണപ്പെടുന്നു. ഇന്ന് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നമുക്ക് ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രവചന പുസ്തകത്തിൽ നിന്നുമാണ്. യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിന്റെ 47-ാം അധ്യായത്തിന്റെ ആദ്യത്തെ കുറേ വാക്യങ്ങളാണ്. 10 വാക്യത്തോളം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വേദഭാഗം വായിച്ചുകൊണ്ടല്ല തുടങ്ങിയത്. ഇന്ന് ജസ്റ്റ് അതിൻ്റെ അകത്ത് ഒരു വാക്യം മാത്രം വായിച്ചാണ് ആരംഭിച്ചത്. ഞാൻ ആ ടെക്സ്റ്റ് ഇന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിന്റെ ആ ടെക്സ്റ്റിനെ മൊത്തത്തിലൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം വേദപുസ്തകത്തിലെ ചിന്തകളിലേക്ക് കടക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. മലയാളത്തിലാണ് വായിക്കുന്നത്. നിങ്ങളെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായ ഭാഷയിൽ അതിനെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ല. ആ വെള്ളം ആലയത്തിന്റെ വലത് ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി
പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലതുഭാഗത്തൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു. 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്തേക്ക് മടങ്ങി ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ എൻഗതി മുതൽ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയിൽ നിന്റെ വചനത്തിന്റെ ആഘോഷമായി നിന്റെ മുമ്പാകെ അടുത്തു വരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു ചെറിയ സമൂഹമായി ഒരു മഹാനഗരത്തിന്റെ മധ്യേ നിന്റെ മക്കളെ നട്ടിരിക്കുമ്പോൾ കർത്താവേ, നീ എന്ത് ഈ ഇടവകയെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ഭവനങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നിന്റെ ശരീരമായ സഭയുടെ ഭാഗമായ ഈ ചെറിയ കൂട്ടത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു, അതിന്റെ മക്കളിലൂടെ നിവൃത്തിയാകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ മുമ്പാകെ ഏൽപ്പിക്കുന്നു. നീ എല്ലാം ഞങ്ങൾ ബോധിപ്പിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. നിന്റെ ഇടപെടൽ അനുദിന ജീവിതത്തിൽ കർത്താവെ, അത് അസംഖ്യമായ അനുഗ്രഹങ്ങളായി ഞങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, നിനക്ക് കൊള്ളാവുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. നിന്റെ ഉദ്ദേശം അറിഞ്ഞ് നിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ കെൽപ്പുള്ളവരാക്കി ഞങ്ങളെ അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം നൽകുന്ന അനുഗ്രഹങ്ങളിലും സുഖങ്ങളിലും അകപ്പെട്ട് ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ, ഞങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുവാൻ അവിടുന്ന് ഒരിക്കലും സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോടൊപ്പം അനുദിനം പുരോഗമിക്കുന്ന ആത്മീയ യാത്രയിൽ കർത്താവെ, ഓരോ ദിവസവും വളർന്നു വരുവാൻ തക്കവണ്ണം സഹായിക്കണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും കർത്താവെ ഔന്നത്യം പ്രാപിച്ചവരായി തീരുവാൻ സഹായിക്കണം. സകല നന്മയിലേക്ക് വഴി നടത്തണം. കർത്താവ് എന്നെ സംസാരിക്കുമ്പോൾ എന്റെ നാവിനെ കർത്താവ് കരങ്ങൾ എടുക്കണം, നിയന്ത്രിക്കണം. ഞങ്ങളുടെ ചിന്തകളെല്ലാം ഏകാഗ്രമാക്കണം. അത്യാവസാന കൃപ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യെഹെസ്കേൽ പ്രവചനത്തിന് 48 അധ്യായങ്ങളുണ്ട്. വേദപുസ്തകത്തിന്റെ പരിചയം വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നലെ യെശയ്യാ പ്രവാചനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ നമ്മളെ സഹായിക്കും. നമ്മളൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകും, അല്ലെ? നമുക്ക് അറിയും തോറും നമുക്ക് കൂടുതൽ അറിയാനുള്ള, നമുക്കൊന്നും അറിയത്തില്ല, വിൽ ബി ഹാപ്പി. അങ്ങനെ ഒരു പ്രശ്നമാണ്. അപ്പൊ വേദപുസ്തകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളൊരു പുസ്തകം എടുക്കുമ്പോൾ ഇപ്പൊ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ എത്ര അധ്യായങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിന്റെ ഏത് ഭാഗമാണൊന്നും നോക്കാതെ എടുത്തു വെച്ചങ്ങ് വായിക്കുക. അങ്ങനെ ആകരുത്. നമ്മൾ ഏത് ടെക്സ്റ്റ് വായിച്ചാലും അതിനെ വേദപുസ്തകത്തിലെ ഇന്ന ഭാഗത്തു നിന്നാണ് ഞാൻ വായിക്കുന്ന എന്നൊരു അവയർനെസ്സോടെ വായിക്കണം. പിന്നെ കുറച്ചുകൂടെ പഠനമൊക്കെ ആവശ്യമാണെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിലേക്ക് കടക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 48 അധ്യായങ്ങളുണ്ട്. 47-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം, യെഹെസ്കേൽ എന്ന് കേട്ടിട്ടുണ്ടോ? എസെക്കിയേൽ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവാചകനാണ്. ഈ പ്രവാചകന്റെ ഈ അധ്യായം, ഈ പുസ്തകം ആരംഭിക്കുന്നത് 30-ാം ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളത്തിൽ. 30 years. 30-ാം ആണ്ട് എന്ന് പറയുന്നത് പ്രവാചകന്റെ പ്രവചനത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് കുറിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് ഇവിടെയാണ് താൻ ആയിരിക്കുന്നത് എന്ന്, അല്ലെ? ഇവിടെയാണെന്ന് അറിയാമോ? യെഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം, ജസ്റ്റ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ പ്രവാസത്തെ കുറിച്ച് പറഞ്ഞാണ്. അതിനോട് ചേർന്ന് തന്നെ അല്പം കൂടെ ചിന്തിക്കാമെന്ന് ഞാൻ അങ്ങ് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു കോണ്ടെക്സ്റ്റ് കുറച്ചൊന്ന് പരിചയപ്പെടുമല്ലോ. സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ
മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. 30-ാം ആണ്ട് എന്ന് പറയുന്നത് തന്റെ പ്രവചന ശുശ്രൂഷയുടെ 30-ാം ആണ്ടാണെന്നാണ് പറയുന്നത്. പ്രവാസത്തിലെ തന്നെ 5-ാം ആണ്ടാണെന്നാണ് പറയുന്നത്. ഇതിനെ പല ഭാഗങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഷിയ 1-ാമൻ ഷിയ 2-ാമൻ ഷിയ 3-ാമൻ എന്ന് പറഞ്ഞതുപോലെയുള്ള വ്യത്യാസങ്ങളല്ല. ഇതിന്റെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ടെക്സ്റ്റിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് യഹൂദയ്ക്കും യെരുശലേമിനും എതിരായിട്ടുള്ള പ്രവചനമാണ് 1 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ നാം കാണുന്നത്. തുടർന്ന് അങ്ങോട്ട് ഒരു 6-7 അധ്യായങ്ങൾ 32 വരെയുള്ള അധ്യായങ്ങളൊക്കെ നാം നോക്കിയാൽ അവിടെ മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള, മറ്റ് അന്യ ജാതികൾക്കെതിരായുള്ള, അതായത് മിസ്രൈമിനെതിരായിട്ടുള്ളത്, സോറിനെതിരായിട്ടുള്ള അന്യദേശങ്ങൾക്കെതിരായിട്ടുള്ള പ്രവചനമാണ് കാണുന്നത്. നമുക്ക് ചിലപ്പോൾ കേട്ടപ്പോൾ അതിശയം തോന്നിയേക്കാം, ഇസ്രായേലിനും യെരുശലേമിനും എതിരെയൊക്കെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമോ, അതിനെതിരെയൊക്കെ പ്രവചനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 34-ാം അധ്യായം ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കും. നമ്മുടെ ന്യായവിധി എപ്പോഴും വല്ലവർക്കും ഉള്ളതാണെന്നാണ് കരുതി പോരുന്നത്. എന്നാൽ തന്റെ ജനത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. തന്റെ ജനത്തെ തന്റേതായി സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. തന്റെ ജനം തന്റേതായ പദ്ധതികളിൽ നിന്ന് ട്രാക്ക് മാറി പോകുമ്പോൾ അവരെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവ്വം ഇടപെടുന്ന, വേണ്ടി വന്നാൽ ശാസിക്കുന്ന, അപ്പനെ പോലെ ശാസിക്കുന്ന, അപ്പനെ പോലെ തല്ലുന്ന, അല്ലെ, നമ്മൾ കാണുന്നുണ്ട്. 12 ഇബ്രായ ലേഖനം 12-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട് അപ്പന്റെ സ്നേഹത്തെ കുറിച്ച്, ശിശുപാലകനെ കുറിച്ചൊക്കെ. അപ്രകാരം ഇടപെടുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നാം കാണുന്നത്. 33 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രൊഫസീസ് ഓഫ് റെസ്റ്റോറേഷൻ ആൻഡ് ഹോപ്പ്, വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ചും പ്രത്യാശ പകരുന്നതിനെ കുറിച്ചുമുള്ള സന്ദേശമാണ്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് 47-ാം അധ്യായം, അല്ലെ. ഈ ടെക്സ്റ്റ് ചുരുക്കം ആളുകൾക്കെങ്കിലും പരിചയം കാണും എന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ്? ോളമല്ല അരയോളം പോരാ വലിയൊരു ജീവാ നദി ഒഴുകാൻ. അത് കേൾക്കാത്തവരാരുമില്ലല്ലോ. അത് ഈ ടെക്സ്റ്റിനെ ആധാരമാക്കിയിട്ടുള്ള പാട്ടാണ്. മുട്ടോളമല്ല. ഇപ്പോൾ നാട്ടിലൊക്കെ ആ പാട്ട് പാടിയ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പാട്ട് നിർത്തി. കാരണം വെള്ളപ്പൊക്കം കാരണം മനുഷ്യൻ വശം കെട്ടിരിക്കുന്നത്. ഈ പാട്ട് പാടിയാലേ ആ പാടെ ആളുകൾ ക്ഷോഭിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈയിടെയായിട്ട് ആ പാട്ട് കേൾക്കാനുമില്ല കേട്ടോ. അത് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോ സ്ഥിരം പാടി അതിന്റെ ഊപ്പാട് വരുത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം മനുഷ്യന് പാടാനുള്ളൊരു ധൈര്യം അങ്ങോട്ട് വരുന്നത്. കാരണം എന്തോ ഈ പാടുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇനി പാടി വെള്ളം കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഏതായാലും മുട്ടോളമല്ല അരയോളമല്ല, അരയോളം പോരാ വലിയൊരു ജീവ നദി ഒഴുകാൻ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്ന് തുറക്കനാഥ, അല്ലെ. ആ പാട്ടിന് ആധാരമായിരിക്കുന്നത്. ഞാൻ അതിനെ ടെക്സ്റ്റുമായിട്ട് ഒരു പരിചയം ഉണ്ടാകുന്നതിന് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് ഒരു ആലയം ഇല്ലാതിരിക്കുന്ന കാലമാണ് കേട്ടോ. ഈ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നു എന്നാണ്. ആലയം ഇല്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 25:9, അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു, യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളും ഒക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. നെബൂഖദ്നേസർ രാജാവിന്റെ ഇടപെടലിനെ കുറിച്ചാണ് പറഞ്ഞത്. നെബൂഖദ്നേസർ രാജാവിന്റെ അകമ്പടി നായകനായ നെബൂസർദാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്ത പണിയാണ്. ദേവാലയമൊക്കെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അതാണ് പ്രവാസത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ്, ദേവാലയം ഇല്ലാത്തൊരു സമയത്ത് ദേവാലയത്തിന്റെ ദർശനം ദൈവം നൽകുന്നതായിട്ടാണ് കാണുന്നത്. എസ്കേൽ പ്രവാചകന് ആ ഒരു ദർശനത്തിന്റെ കാഴ്ചയാണ്. ഇല്ലാത്ത ദേവാലയത്തെ പ്രവാചകൻ ദർശനത്തിലൂടെ ദർശിക്കുകയാണ്. പ്രവാചകന് ഏതോ ഒരു ഹോസ്റ്റ് അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരാൾ കൂട്ടിക്കൊണ്ടുപോകുന്നവനായിരുന്നാണ്. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നു. ഒരാൾ തന്നെ ദേവാലയത്തിന്റെ പ്രവേശനത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അവിടെ നാം കാണുന്നു ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന്, എന്താണ് നമ്മൾ കണ്ടത്? ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് കാണുന്നു. ഒരു നദി, ഒരു ഉറവ അത് പൊട്ടി പുറപ്പെടുന്നതായിട്ടാണ് ദർശനത്തിൽ കാണുന്നത്. നദി വേദപുസ്തകത്തിന്റെ ഇഷ്ടമുള്ള ഒരു തീമാണ്, അല്ലെ. ഇവിടൊക്കെയാണ് നമ്മൾ നദി കാണുന്നത്. ഏദൻ തോട്ടത്തിൽ കാണുന്നില്ലേ, അല്ലെ? ലൈഫ് ഗിവിംഗ് ആണ് നദി. ഏദൻ തോട്ടത്തിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പീഷോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്, ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 4 ശാഖകളായി ഏദനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവചന പുസ്തകങ്ങളിൽ പലയിടങ്ങളിലും നദിയെ കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു നദി. 46-ാം സങ്കീർത്തനത്തിലേക്ക് ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്ന നദിയെ കുറിച്ച് പറയുന്നുണ്ട്.
യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നദിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ നദിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും നദിയെക്കുറിച്ചുള്ള പരാമർശം ഒരുപാടുണ്ട്. എല്ലാം ലൈഫ് ഗിവിംഗ് ആണ്, ഉറവ. എന്നാൽ വേദപുസ്തകത്തിന് സമുദ്രത്തെ അത്ര പഥ്യമല്ല കേട്ടോ. സമുദ്രം എന്ന് പറയുന്നല്ലേ നമ്മള് 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സമുദ്രം എന്ന് പറയുന്ന അന്നത്തെ ഒരു സിംബോളിസം അനുസരിച്ച് ഇതൊരു കയോസിന്റെ ആണ്, അല്ലെ, അൺസർട്ടനിറ്റി ആണ്, അൺനോൺ ആണ്. കടൽ എന്ന് പറയുന്നത് അറിയില്ല, എത്ര അറിയാൻ പറ്റും, അല്ലെ, എപ്പോഴും അപകടം പതിയിരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സിംബോളിസം നമ്മൾ എവിടെയൊക്കെ കടലിനെ കുറിച്ച് കാണുന്നുണ്ടോ അവിടെ എല്ലാം ഒരു അൺനോൺ, അജ്ഞാതമായ കയോട്ടിക് ആയിട്ടുള്ള അനുഭവമാണ്. നദി അതല്ല. നദി വളരെ റിഫ്രഷിംഗ് ആണ്. ഇവർക്ക് ഇത്രയും നദിയോട് ഇസ്രായേൽ മക്കൾക്ക് പ്രണയം തോന്നാനുള്ള കാരണത്തെ കുറിച്ച് പറയുന്നത്, സാധാരണ നമുക്കറിയാം എല്ലാ നഗരങ്ങളും പണിയപ്പെടുന്നത് എവിടെയാണ്? നദികളുടെ കരയിലാണ്, അല്ലെ. നമ്മളറിയാം സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നദിക്കരയാണ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ യെരുശലേമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്ത് നദി, നമുക്കറിയാം ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളിലെ കരയിലാണ് എല്ലാം മിക്കവാറും. ഈ മെസ്സപ്പൊട്ടേമിയ എന്നുള്ള വാക്കിന് പൊട്ടാമോസ് എന്ന് പറഞ്ഞാൽ പൊട്ടാമോസ് എന്ന് പറയുന്ന നദിയാണ്. മെസ്സോ രണ്ടിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് ഒരു ഏറ്റവും ഫലഭൂഷ്ടമായ ലോകത്തിന്റെ സ്ഥലമാണ്. പിന്നെ നൈൽ നദിയെ കുറിച്ച് നമുക്കറിയാം, അല്ലെ, ഈജിപ്തിൽ. അങ്ങനെ നമ്മുടെ ഇവിടെ വരുമ്പോഴും സിന്ധു നദിയുടെ സംസ്കാരം എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം നദിയുമായി ബന്ധപ്പെട്ടാണ്. യെരുശലേം എന്ന് പറയുന്നത് പക്ഷെ ഒരു നദിയുടെ തീരത്തുള്ള സ്ഥലമല്ല. അതുകൊണ്ടൊക്കെ ആവാം ഒരു പക്ഷേ ഈ നദിക്ക് ഇത്രയും പ്രാധാന്യം ഈ ടെക്സ്റ്റുകളിലൊക്കെ വന്നതെന്ന് ചില ആളുകൾ, ഇതിലെ ലിറ്ററേച്ചറിന്റെ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായാലും നദി എന്ന് പറയുന്നത് ജീവന്റെ ഒരു പരിപോഷണത്തെ കുറിച്ചാണ് പറയുന്നത്. നദി എല്ലായിടത്തും ഉണ്ട്. കർത്താവ് തന്നെ നദിയെക്കുറിച്ച് പറയും, നമുക്കറിയാം. അതിലേക്കൊക്കെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവിടെ ഒരാൾ കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? അവനെ കിഴക്കോട്ട് ഈ നദിയുടെ ഒഴുക്കിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ചുറ്റി നടത്തിക്കൊണ്ടുപോയി വെള്ളം വലതുഭാഗത്തിൽ ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. മുമ്പോട്ട് നടക്കുകയാണ്. വെള്ളം ആംഗിൾ ലെവലായി. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി, അരയോളമായി, കടപ്പാൻ വഹിയാത്ത നദിയായി തീർന്നു. ഇറ്റ്സ് എ പ്രോഗ്രസ്. ഒരു മുമ്പോട്ടുള്ള യാത്രയാണ്, ഒരു പ്രയാണമാണ്, ഒരു പുരോഗതിയാണ്. ഇറ്റ്സ് എ പ്രോഗ്രസ്. ക്രിസ്തീയ ജീവിതമാണ്, ആത്മാവിന്റെ അഭിഷേകമാണ്. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. മുമ്പോട്ട് നടപ്പാണ് ക്രിസ്തീയ ജീവിതം. മുമ്പോട്ട് പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ നന്മകളിലേക്ക്, പുതിയ നിറവിലേക്ക് ഉള്ള നടപ്പാണ്. ജീവൻ പകരുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. അതിൽ ദൈവത്തോടൊപ്പം പുരോഗമിച്ച് മുമ്പോട്ട് പോകേണ്ടവരാണ് ദൈവത്തിന്റെ ജനം. അതിന്റെ സുന്ദരമായ അടയാളപ്പെടുത്തലാണ്. എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം? ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആലയത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മ നൽവരങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു റോഡ് മാപ്പാണ് ഈ അധ്യായം നമുക്ക് നൽകുന്നത്, അല്ലെ. ഇങ്ങനെയാണ് ആദ്യം പറയുന്നത്, ആംഗിൾ ഡീപ്പ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന ഒരു തലത്തെ കുറിച്ചൊക്കെ പറയാം. ആ ഒരു ഭാഗത്ത് ഞാൻ അധികം സമയം കളയാൻ ആഗ്രഹിക്കുന്നത്. സമയം വളരെ വളരെ വേഗം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2ാമത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ, ഇറ്റ് ഈസ് നീ ഡീപ്പ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? എങ്ങനെയാവണം ഈ നീ ഡീപ്പിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്? നീ ഡീപ്പ് ഓഫ് പ്രേയിങ്. മുട്ടോളം എത്തുന്ന ആത്മീയതയെ കുറിച്ച് ഞാൻ ഫസ്റ്റ് പാർട്ട് ഞാനങ്ങ് വിട്ടുകളയുകയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ഈ കറങ്ങി നടക്കുന്ന ആത്മീയതയുടെ ഒരു തലത്തിൽ നിന്നും ദൈവത്തോടുള്ള സഹിത്വത്തിന്റെ പ്രാർത്ഥനയുടെ വലിയ തലത്തിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നീ ഡീപ്പ് ഓഫ് പ്രേയിങ്, നീ ലെവൽ ഓഫ് പ്രേയിങ്. ഒരു പുതിയ അനുഭവമാണ്, പുതിയ അഭിഷേകമാണ്. പ്രാർത്ഥനയെ കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ. ആദ്യ ഭാഗത്ത് ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രേയറിനെ കുറിച്ചാണ്. കുടുംബ നവീകരണ കുടുംബ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൺവെൻഷൻ കൂടിയാണല്ലോ പ്രാർത്ഥന. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരം.
പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ? പഠിപ്പിച്ചു അല്ലേ? നിങ്ങൾ ഇവണ്ണം പ്രസംഗിക്കണം, ഇവണ്ണം രോഗശാന്തി വരുത്തണം, പഠിപ്പിച്ചിട്ടില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ഞാൻ പറയുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് വീണ്ടും പറയേണ്ടി വരുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില രീതികളുടെ ഒരു അൺലേണിങ്ങും റീലേണിങ്ങും ഒക്കെയാണ് ഈ വേദഭാഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കാൻ നമുക്കറിയാം, നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് നമുക്കൊരു ഫ്രെയിം വർക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുക. നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അല്ലെ നമ്മുടേതായ വിധത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവസാനം കർത്താവിന്റെ പ്രാർത്ഥനയിൽ സമാപിപ്പിക്കണം എന്നാണോ ഇത് പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. ഇതായിരിക്കണം നിങ്ങളുടെ ഫ്രെയിം വർക്ക് എന്നാണ്. പ്രാർത്ഥനയിൽ പാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നിങ്ങളുടെ പ്രാർത്ഥന ഇവണ്ണമാവണം. ഇതുവരെ പ്രാർത്ഥിക്കുന്നുണ്ട്, പഴയ നിയമത്തിലൊക്കെ പ്രാർത്ഥനകളുണ്ട്, യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, പരീക്ഷന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ കുറിച്ച് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ എന്താണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കർത്താവ് പഠിപ്പിച്ച രീതിയിൽ പ്രാർത്ഥനയിലൂടെ നിയന്ത്രിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആവരുത് പ്രാർത്ഥനയിൽ, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. രണ്ടാമത്, നിങ്ങൾ വിജാതിയരെ പോലെ, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. 2 കാര്യങ്ങളാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഒന്ന് ഹിപ്പോക്രസി, 2 വിജാതീയത. ഇത് 2 നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? എത്രമാത്രം ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന നമ്മുടെ വിശ്വാസമാണോ അതോ അവിശ്വാസമാണോ? നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസത്തെയാണോ അവിശ്വാസത്തെയാണോ വെളിപ്പെടുത്തുന്നത്? പലപ്പോഴും അവിശ്വാസമാണെന്ന് പറയുന്നത്. നമുക്കൊരു ധൈര്യമില്ല, നമുക്കൊരു ഉറപ്പില്ല അല്ലെ, ഇത് സംഭവിക്കുമോ? ഞാൻ പറയട്ടെ, പല കാര്യങ്ങൾക്കും നമുക്ക് ചില ദുഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ ഒരു വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമ്മുടെ പല പ്രാർത്ഥനകളും മുമ്പോട്ട് പോകുന്നത്. ഈ വിഷയം വെച്ചുള്ള പ്രാർത്ഥന ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത്രമാത്രം ഈ വിഷയം വെച്ചുള്ള പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മാതാപിതാക്കൾ പല കാര്യങ്ങളെയും അവർ മനസ്സിലാക്കിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിജാതീയ ചിന്തകളൊക്കെ വലിയ കടുപ്പത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്, ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി എൻ്റെ അപ്പം പ്രാർത്ഥിക്കും. ഒടുവിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു 1 ലൈനറാണ്. എന്താണെന്ന് അറിയാമോ? എൻ്റെ മക്കളുടെ യാവന മുടക്കരുതേ. യാവന എന്നൊരു വാക്കുണ്ട് അല്ലേ? അന്നം മുടക്കരുതേ, വഴി മുടക്കരുതേ, അവർക്കുള്ളത് നീ കൊടുത്തേക്കണം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഫോമാറ്റ് മാറി അല്ലെ? നമ്മളാണ് നിശ്ചയിക്കുന്നത് എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, എത്ര ശമ്പള സ്കെയിൽ ഉള്ളിടത്താണ് ജോലി ചെയ്യേണ്ടത്, എന്നാണ് ഇത് സംഭവിക്കേണ്ടത് അല്ലേ? ഒരു ഗ്രോസറി ലിസ്റ്റ് പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. ഇത് കർത്താവ് ഉദ്ദേശിക്കുന്നതാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഞാനതിനെ അപ്രകാരം തന്നെ പറയട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ എതിര് എന്ന് പറയുന്നത് അവിശ്വാസം അല്ല അല്ലെ? ആരാണ് വിശ്വസിക്കാത്തത്? പിശാചുക്കൾ പോലെയും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു പിശാചുക്കൾ അല്ലെ? സാത്താൻ പോലും അങ്ങനെയാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ എതിര് എന്ന് പറയുന്ന അവിശ്വാസമല്ല, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പ്രകടിപ്പിക്കുന്ന വേവലാതിയാണ്, പ്രാർത്ഥനയിൽ പ്രകടിപ്പിക്കുന്ന ആകുലതയാണ് വിശ്വാസത്തിനെതിരെ. നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ എഗെയിൻ ആൻഡ് എഗെയിൻ അല്ലെ? ഭക്തനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ ഓളം ഉണ്ടായി. ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഇത്ര സമയത്ത് അക്കരെ ചെല്ലണം, എൻ്റെ പരിപാടിയുണ്ട്, ദൈവമേ നീ നടത്തണം. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. അല്ല, ആരൊക്കെയോ വാതിൽ വന്ന് തട്ടിമുട്ടുകയാണ്. താൻ കൂടെ വരണം, വീണ്ടും പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു, ഐ ഹാവ് ഫെയ്ത്ത്,
അല്ലെ? പ്രാർത്ഥിച്ചു കഴിഞ്ഞു, എന്റെ ദൈവത്തിന് എന്റെ വിവരം അറിയാം, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു, ഐ ഹാവ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ബഹുസ്ഫുരണമായി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകും, അല്ലെ? കർത്താവ് നമ്മളെ അറിയുന്നു. ഇന്ന് തുടക്കത്തിൽ പ്രാർത്ഥിച്ചത് എനിക്ക് വലിയൊരു ആത്മീയ അനുഭവമാണ്. അല്ലെ, ഒരു ദൈവം കർത്താവ് നമ്മളെ പഠിപ്പിച്ച റോഡ് മാപ്പ് അനുസരിച്ചുള്ളൊരു പ്രയർ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. നമ്മൾ ഈ അലറി വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പൊളിച്ചെടുത്താണ്. എനിക്കറിയാം ദിസ് ഇസ് ടഫ് ടു അക്സെപ്റ്റ്. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഉപദേശങ്ങളെല്ലാം അപ്രകാരമായിട്ടുണ്ട്. നമ്മൾ വിജാതികളെ പോലെയാണ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും. മറ്റു ജാതികളൊന്നും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലേ? അവരുടെ പ്രാർത്ഥന അവർക്ക് ഉത്തരമില്ലേ? എന്തുകൊണ്ടാണ് ഈ അമ്പലങ്ങളിലൊക്കെ ഇത്രയും ആളുകൾ പോകുന്നത്? പ്രയോജനമില്ലാഞ്ഞിട്ടാണോ? പ്രയോജനമില്ലായിട്ടാണ് പോകുന്നത്. ശബരിമലയിൽ ഇത്രയും ആളുകൾ, എല്ലായിടങ്ങളിലും ഇത്രയും ആളുകൾ. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ബോധം തന്നെ അതിനാണ് വിജാതീയ ബോധം എന്ന് പറയുന്നത്. നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്ന അവരെ പോലെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അവരെ പോലെയാണ് നാം. ജലന്ധറിൽ ഒരു സ്ഥലത്ത് അവിടെ ഒരു ദർഗയുണ്ട്. അവിടെ പോയി നമ്മുടെ പാസ്പോർട്ടും ഒരു ടോയ് എയർപ്ലെയിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് വിസ കിട്ടുമെന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാതെ ഏഷ്യാനെറ്റിന്റെ അകലങ്ങളിലെ ഇന്ത്യയോ ഏതൊരു പ്രോഗ്രാമിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തുമാത്രം ആളുകളാണെന്നറിയാം. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാൻ ഇന്ന് ഈ കൺവെൻഷൻ നടത്തുന്ന ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. അപ്പം പാസ്പോർട്ടും വലിയ ചിലവൊന്നും ഇല്ല, ജലന്ധർ വരെ പോകുന്ന ചിലവേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വിസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്, അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ കൂടി വരുന്നുണ്ട് ജലന്ധറിലേക്ക്. ഡൽഹിയിലുണ്ടല്ലോ മദ്യം അഭിഷേകം ചെയ്യുന്നൊരു സ്ഥലമുണ്ടല്ലോ, പേരൊക്കെ മറന്നുപോയി. അവിടെയൊക്കെ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ച് കുറച്ച് ഭൈരവ് ബാബയുടെ മുകളിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുത്ത് അവർ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രേയേഴ്സ് ആർ ആൻസർഡ്. ഏതെല്ലാം തരത്തിലാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്? അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മുടെ ആത്മീയതയ്ക്ക്? എന്തിനാണ് നമ്മൾ മുട്ടിൽ നിൽക്കുന്നത്? എന്താണ് നമ്മുടെ മുട്ടിൽ നിൽക്കുന്ന ആത്മീയതയുടെ അർത്ഥം? കർത്താവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ വാക്യം പരാമർശിക്കുന്ന പോലെ എനിക്ക് തോന്നി. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, ജഡത്തിലുള്ള തന്റെ ശൂലം മാറിപ്പോകുന്നതിന് വേണ്ടി. ശൂലം മാറിയോ? പ്രാർത്ഥനയാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസിനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഉത്തരം എന്തായിരുന്നു? അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തിന്റെ അർത്ഥം, കർത്താവ് പഠിപ്പിച്ച പാഠങ്ങളുടെ അർത്ഥം അറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ സഭയിൽ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ മുള്ള അവിടെ ഇരിക്കുമ്പോഴും ഐ ക്യാൻ യൂസ് യു, അല്ലെ? ഐ ക്യാൻ മേക്ക് യു എ ബ്ലെസ്സിങ്. അപ്പൊ നിന്റെ ഫോമാറ്റ് അനുസരിച്ചല്ല, നിന്റെ പ്ലാൻ അനുസരിച്ചല്ല ഞാൻ നിന്നെ നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. ലോർഡ് ഐ ആം യുവേഴ്സ്. വേദഭാവം അങ്ങനെയാണ് പറയുന്നത്. അവസാനം നീന്താൻ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ്. അൺകൺട്രോൾഡ് ആണ്. ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അതിലേക്കാണ് നമ്മൾ പുരോഗമിച്ച് പോകുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാവണം. നിങ്ങളുടെ ഒരു വിഷയത്തെക്കാളും ചെറുതല്ല ദൈവം. നിങ്ങളുടെ സകല വിഷയങ്ങളെക്കാളും വലുതാണ് ദൈവം, അല്ലെ? ഈ വിരൽ കൊണ്ട്, ഈ കുഞ്ഞു വിരൽ കൊണ്ട് എനിക്ക് സൂര്യനെ മറയ്ക്കാൻ പറ്റുമോ? അല്ലെ? ആ പ്രശ്നത്തെ ഞാൻ അടുപ്പിച്ച് ഈ വിരലിനെ ഞാൻ അടുപ്പിച്ച് നോക്കിയ സൂര്യൻ. എന്നാൽ ഇത് അകത്തി കൊണ്ടുവന്നതനുസരിച്ച് വിരൽ അദൃശ്യമാകും, പ്രശ്നങ്ങളെല്ലാം അദൃശ്യമാകും, അല്ലെ? നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഈ ഒരു ട്രസ്റ്റ് ആണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദൈവരാജ്യമാണ് പ്രാഥമികമായ വിഷയം. ഒരു വൺ ലൈനറാണ്, അന്നത്തേക്കുള്ള ആഹാരം എനിക്ക് നൽകണം. ഞാൻ ഇന്നലെ പറഞ്ഞു പുതിയ നിയമത്തിലെ പ്രോമിസുകൾ ഇതാണ്. അന്നത്തേക്കുള്ള ആഹാരം നിനക്ക് കിട്ടും. എറ്റേണൽ പ്രസൻസ്, നിത്യമായി ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഈ രണ്ട് പ്രോമിസ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയുന്ന കാര്യമേ അല്ല പുതിയ നിയമം. അതിൽ നമ്മുടെ ചിന്തകളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പ്രാർത്ഥന
കണ്ണീരൊഴുക്കുക, ഇതിനെക്കുറിച്ചൊക്കെ അല്ലെ ചിലർക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നും. ഇറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് വീപ്പിംഗ്. നമ്മുടെ ആത്മീയത, ദിസ് ഇസ് നോട്ട് ഫെയ്ത്ത്. ഫെയ്ത്ത് ഈസ് സംതിങ് ഡിഫറെന്റ് അല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ഈ അലറി വിളിക്കുന്നതാണോ, അധിക ശബ്ദം ഉണ്ടാക്കുന്നതാണോ, ജൽപ്പനം ചെയ്യുന്നതാണോ? പ്രാർത്ഥനയുടെ ക്രിസ്തീയ ബോധത്തിലേക്ക്, ക്രിസ്തീയ ട്രാക്കിലേക്ക് നമ്മളെ തന്നെ ക്ഷണിച്ച് മടക്കി വരുത്തുവാൻ ഈ സന്ധിയിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവൻ നമ്മളെ അറിയുന്നു അല്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ അറിയുന്നു. ഹെവൻലി പ്രൊവിഷൻസ്, ഓഫ് കോഴ്സ് യഹോവ യിരേ, അവൻ പ്രൊവൈഡിങ് ഗോഡാണ്. അവന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വിധത്തിൽ ഒരു അമെൻമെന്റ്, ഒരു പരിഷ്കരണം കർത്താവ് ഈ സന്ധിയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവനോടൊപ്പം മുമ്പോട്ട് പോകേണ്ടവരാണ് നാം, അവനോടൊപ്പം പുരോഗമിക്കേണ്ടവരാണ് നാം. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കരുത്, ജാതികൾക്ക് വിളങ്ങേണ്ടതിന് അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്? പബ്ലിക്കിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മുഖമാണോ കാണുന്നത്, അതോ ഈ ഓഡിയൻസിന്റെ മുഖമാണോ കാണുന്നത് അല്ലേ? ടൈംസ് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഒക്കെ ഉണ്ടോ? പ്രസംഗിക്കുമ്പോൾ, കുർബാന ചൊല്ലുമ്പോൾ ആളുകളാണ് ഇതിനെക്കുറിച്ച് അവസാനം പറയാൻ പോകുന്ന കമന്റാന്ന് ഓർക്കുന്നത്, അവിടെ തരാൻ പോകുന്ന കയ്യടിയാന്ന് ഓർക്കുന്നത്, അതോ ആർ വി സീയിങ് ദ ഫേസ് ഓഫ് ഗോഡ്? വളരെ സൂക്ഷ്മത വേണം. ഓരോ ദിവസവും ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവെ, എന്റെ പ്രാർത്ഥനയെ നിന്റെ ഹിതം പോലെ അല്ലേ? സൈറസ് സാർ എപ്പോഴും പറയാറുണ്ട്, ഇതിലെ നമ്മുടെ ക്രിസ്തീയത്തിലെ പാട്ടൊക്കെ അദ്ദേഹം പറയുന്നു, ക്രിസ്തീയ പാട്ടെന്ന് പറയുന്നത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ബാക്കിയെല്ലാം അതിനകത്തൊക്കെ വിജാതീയതയുടെ എലിമെന്റ് ഉണ്ടെന്നാണ്. കാരണം ഈ അനേക ആളുകൾ രാത്രി കിടന്നപ്പോൾ ഒന്നാമത്തെ പാട്ട് അത് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ പാടുന്നത്, ഇന്നലെ എല്ലാം ഒരുപാട് വാർത്തിരുന്നവർ ലോകം വിട്ടുപോയി, എന്നാൽ ഒരു നാളോടെ കിട്ടിയെന്നൊക്കെ പറയുന്നതിനെ അദ്ദേഹം വിജാതീയതയുടെ എലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എന്നെ ഹോവേ. പൂർണ്ണമായി അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന. നാം ദൈവം മുമ്പാകെ മുട്ടിൽ നിൽക്കണം അല്ലെ? മുട്ടിൽ നിൽക്കുന്ന ആളുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. തീർച്ചയായും ഇറ്റ്സ് എ ലാർജ് തിങ്. ഇത് നമ്മുടെ ആവശ്യങ്ങളെ മാത്രം അവതരിപ്പിക്കുന്ന ഒരിട അല്ല. അതിശയകരമായ, അത്ഭുതകരമായ നിങ്ങൾക്ക് പ്രൊവിഷൻസ് ദൈവം തമ്പുരാൻ തരും. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അവനോടൊപ്പം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് വേദഭാഗത്തിൽ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, അറിയോളമായി, ഞാനിപ്പോൾ പറഞ്ഞത്, നീ ഡീപ്പ് ഓഫ് പ്രയർഫുൾനെസ്, ലോയിൻഡ് ഡീപ്പ് ഓഫ് ബേസ് ലെവൽ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ലോയിൻ ഹൈറ്റ്സ്. മുമ്പോട്ട് പോകണം. വിശുദ്ധി എന്ന് പറയുന്നത് പ്രസംഗത്തിന്റെ പ്രധാന വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം പലപ്പോഴും കൈമോശം വന്നിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അല്ലെ, പഴയ നിയമത്തിൽ തന്നെ പുറപ്പാട് പുസ്തകം നാം കാണുന്നുണ്ട്, ഞാൻ വിശുദ്ധരാകിയാൽ. വേദപുസ്തകത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്, ടു ക്ലെൻസ് us, ടു മേക്ക് us holy അല്ലെ? പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ശ്ലീഹ അവിടെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ, ഈ വചനം ഓർപ്പിച്ചിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. പൗലോസ് ശ്ലീഹ എത്രയോ ഇടങ്ങളിലാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വിശുദ്ധരാകുവിൻ. അശുദ്ധിയുടേതായ ഒരു ലോകക്രമത്തിലാണ് പ്രാർത്ഥിച്ചാളത് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചുറ്റുപാട് നമ്മളെയൊക്കെ കീഴ്പ്പെടുത്തി കളയുന്ന പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാണ്. പത്രോസ് പറയുന്നുണ്ട്, ഗർജിക്കുന്ന സിംഹം പോലെ വാ തുറന്നിരിക്കുന്നു. വിഴുങ്ങേണ്ടത് ആരെ വിഴുങ്ങേണ്ടു? സാത്താൻ. എല്ലായിടങ്ങളും പാപമയമാണ്. അശുദ്ധിയുടേതായ വലിയ ഫ്ലഡിങ് ആണ് നടക്കുന്നത്. ഇന്റർനെറ്റ് അല്ലേ, എല്ലാം വാരിക്കൊരുത്തരികയാണ്. GB ഒക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചോളൂ, നിസ്സാരം ചീപ്പ് റേറ്റ് ആണ്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ആർ വി ഗെറ്റിംഗ് കറപ്റ്റഡ് വിത്ത് ദി അഡ്വാൻസ് ഓഫ് ടെക്നോളജി മോർ ആൻഡ് മോർ? എത്രയോ ആളുകളെയാണ് പിള്ളേരെയൊക്കെ കൗൺസിൽ ചെയ്യുന്ന ഈ അഡിക്ഷനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. വളരെ കറപ്റ്റായിട്ട് ഇരിക്കുകയാണ്, അവർക്കൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മായക്കാഴ്ചകളാണ് അവർ. എപ്പോഴും എന്ത് കണ്ടാലും വേറെ എന്തൊക്കെയാണെന്നൊക്കെ തോന്നുകയാണ്. കറപ്റ്റഡ് ആയിരിക്കുകയാണ്. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ആയിരിക്കുന്നത്.
കൊച്ചു കുഞ്ഞുങ്ങളും യുവജനങ്ങളും ഒക്കെ എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. കർത്താവിനോടൊപ്പം നിങ്ങൾ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, നിങ്ങൾ യുവനസഖ്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ വചനം വായിക്കുന്നവരാണ്, മുമ്പോട്ട് പോകുമ്പോൾ വിശുദ്ധിയുടെ ചില പുതിയ ഔന്നത്യങ്ങളെ പ്രാപിക്കുവാൻ, ചില ന്യൂ ഹൈറ്റ്സ് ഓഫ് ഹോളിനെസ്, അതിനുവേണ്ടിയുള്ള കാംക്ഷ ഉണ്ടാകണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഇതൊരു കോമ്പാറ്റ് ആണ്. നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്ന, നമ്മളെ ചോര ഊറ്റി കളയുന്ന, നമ്മളുടെ ജീവനെ ഊറ്റിക്കളയുന്ന, ഇല്ലാതാക്കുന്ന, മരണത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന കാഴ്ചകളുടെയും കേൾവികളുടെയും അനുഭവങ്ങളുടെയും ഒരു കാലാണ്. പല കേസുകളൊക്കെ ഇപ്പം ഇന്ത്യയിലെ തന്നെ പ്രമാദമായ കേസുകളൊക്കെ നമുക്കറിയാമല്ലോ. ജീവനെ ഊറ്റിക്കളയുന്നതായ അശുദ്ധിയുടെ പിടിയിൽ നിന്നും പുറത്തു വരുവാൻ ഈ സമൂഹത്തെ, ഇതെല്ലാം ഒരു സമൂഹത്തെ എക്വിപ്പ് ചെയ്യുന്നതിന്റെ കാഴ്ചയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് പുതിയ പുറപ്പാടിന്റെ തന്നെ മറ്റൊരു തലമാണ്. പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകണം. ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധിയുടെ ഒരു പുതിയ പടവ്, ലോ ഇൻ ഹൈറ്റ്സ് ഓഫ് ഹോളിനെസ്, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. ഇത് വെറും കാഴ്ചയുടെയും കേൾവിയുടെയും കാര്യമല്ല. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും വി ആർ ഹോളി. ഗോഡ് ഈസ് ഹോളി, സോ ആം ഐ എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ പല കാര്യങ്ങളെയും ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇറ്റ്സ് ഫൈൻ, ഇത്രേ പറ്റൂ എന്നാണ് നമ്മൾ കരുതി പോരുന്നത്. ഇന്നലെയും ഒരു ബ്രൈബ് കേസിൽ ഒരു മാത്യു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തതായിട്ട് ടിവിയിൽ എഴുതി കാണിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്തത്. അവിടെ ഒരു ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു മുരളി സാറുണ്ട്. അദ്ദേഹം വളരെ സൗഹൃദമായിരുന്നു, ഒരു ഹിന്ദുവായ മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ അടുത്തിടെ അവിടെ ഒരു പഞ്ചായത്തിൽ നടന്നൊരു കാര്യം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പുതിയ സഭയിൽപ്പെട്ട ഒരു പെന്തിക്കോസ് വിശ്വാസത്തിൽപ്പെട്ട ഒരു ലേഡിയാണ്. അവരെ അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ ഏതൊരു ചെറിയ വിധവാ പെൻഷനോ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പെൻഷന് വേണ്ടി വന്നു 170 rupees ബ്രൈബ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന് ഫീസില്ല, 170 രൂപ ഫീസ് നൽകണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്. എന്നോട് മുരളി സാർ പറയാണ്, അച്ഛാ രണ്ടുപേരും എത്ര ലക്ഷം രൂപയാണ് അവരുടെ വീട്ടിലേക്ക് ഒരു മാസം വരുന്നത്? വിശ്വാസത്തിന് വല്ല കുറവുണ്ടോ? പൊതുജനനത്തിന് വല്ല കുറവുണ്ടോ? ഐ ഹോളി? വെറും കാഴ്ചകളിലെയും കീഴ്വിടെ അനുഭവം മാത്രമല്ല, നിലപാടുകളിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് കർത്താവിനെ ഉയർത്തിക്കാട്ടുന്ന ഹോളിനെസ് പ്രകടിപ്പിക്കുവാൻ കഴിയുമോ? എനിക്കൊരു പക്ഷെ അറിയായിരിക്കാം. പി എസ് തോമസ് സാർ പത്രക്കാരനാണ്. ഡോക്ടർ പി എസ് തോമസ് IM-ന്റെ ജോയിന്റ് സെക്രട്ടറി ആയി വിരമിച്ച അദ്ദേഹം, പി എസ് സാമുവലച്ചന്റെ ബ്രദർ. ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു ചെറിയ ഭവനം വെച്ചു. ആ വീടിന് കരമിടുന്നു. അദ്ദേഹം അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ആണ് എഴുതിയത്. അത് കഴിഞ്ഞ പഞ്ചായത്തിന്റെ സെക്രട്ടറി കണ്ടിട്ട് പറഞ്ഞു, ഇതിന് വലിയ തുക വരും. അത് ഇപ്പോഴത്തെ 10-12 ലക്ഷം രൂപയാണ് സാറിന്റെ കോസ്റ്റ്. ഞാൻ പറയുന്ന ഒരു 10-12 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്താണ്. സാറ് പറഞ്ഞല്ലേ ഞാനത് അറിഞ്ഞത്. ഞാൻ പിന്നീട് രാഷ്ട്രീയക്കാരിൽ അറിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാനിത് കോംപ്രമൈസ് ചെയ്യില്ല, ഞാൻ ഇത്രയുമാണ് സ്പെൻഡ് ചെയ്തത്, അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഞാൻ കാണിക്കും. അദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് സെക്രട്ടറി പറഞ്ഞു, ആ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം തന്റെ നിലപാട് ഉറച്ചെങ്കിൽ, ഐ എം എ ക്രിസ്ത്യൻ, ഐ കാൻറ്റ് ഡു അതർവൈസ്. എനിക്ക് മറ്റൊരു തരത്തിൽ ചെയ്യുക സാധ്യമല്ല, പെരുമാറുക സാധ്യമല്ല. ഐ എം എ ക്രിസ്ത്യൻ. ഞാൻ കർത്താവിനോടൊപ്പം അവന്റെ വിശുദ്ധിയുടെ വഴിയിൽ മുമ്പോട്ട് പോയവനാണ്. അവന്റെ വിശുദ്ധി എന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ഹോളിനെസ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് upon me. അവൻ മറയുക, ക്രിസ്തുവിൽ മറയുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, കുരിശിന്റെ നിഴലിൽ മറയുക എന്നൊക്കെ പറയുമല്ലോ. അതിനെക്കുറിച്ച് തന്നെയാണ് മുമ്പോട്ട് പറയുന്നത്. ഈ വിശുദ്ധിയുടെ ഒരു പുതിയ തലം ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അനുദിന വ്യവഹാരങ്ങളിൽ ഒക്കെയും സൂക്ഷിക്കുവാൻ, അതിലേക്ക് വളരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, നീ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ പ്രാർത്ഥനയിലുള്ള കാപട്യവും, എന്റെ പ്രാർത്ഥനയിലുള്ള അവിശ്വാസവും, എന്റെ പ്രാർത്ഥനയിലുള്ള വിജാതീയതയും എന്നിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഇടയാക്കണമേ. Let me pray as you taught us to pray. Let me grow in your likeness. Let me grow in your holiness.
മുമ്പോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ 4-ാം വാക്യത്തിൽ കാണുന്നു, വെള്ളം മുട്ടോളമായി, പിന്നെ 1000 മുഴം വളർന്നു അരയോളമായി. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1000 മുഴം വളർന്ന് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. എന്താണ് സംഭവിക്കുന്ന? ആത്മീയ ജീവിതത്തിലെ പുരോഗതി എന്ന് പറയുന്നത് എന്താണ്? Until now he had control over himself. ഇപ്പോഴോ he has no control. ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെയാണ്. 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാറ്റ് എന്നൊരു സിംബോളിസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനൊക്കെ അങ്ങനെയാണ്. കാല് നിലത്തുനിന്ന് പൊങ്ങി. ഇതാണ് ആത്മീയതയുടെ അടുത്ത തലം. ഇതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നാൽ. ഇതാണ് വിശുദ്ധിയിൽ വളരുക എന്ന് പറഞ്ഞാൽ. ഇതാണ് കർത്താവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിലൊക്കെ ഒരുപാട് കറപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. ഒരു എക്സാമ്പിൾ ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം. നമ്മുടെ ക്രിസ്തീകരണം എന്ന് പറഞ്ഞൊരു പാട്ട് ദിവസം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഡോണ്ട് യൂസ് ഇറ്റ് മച്ച്. നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ കണ്ടത്? തീം വൈസ് അതിൻ്റെ അകത്ത് പാട്ടുകളുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ടൈറ്റിൽ പാട്ടുകളുണ്ട്. 184, 156 ആ ഭാഗം തൊട്ട് അങ്ങോട്ടൊരു 200 വരെയൊക്കെയുള്ള പാട്ടുകളാണ് പഴയ പുസ്തകത്തിൽ. നോക്കി അറിയാം അവിടുത്തെ പാട്ടുകളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഏതൊക്കെ പാട്ടുകളാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ പാട്ടുകൾ നമുക്കറിയാവുന്ന പാട്ടുകളാണ്. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. അതിന്റെ ടോൺ എങ്ങനെയാണെന്ന് അറിയാമോ? സാഡ് മൈനറാണ്. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. പിന്നീട് എന്താണ് പറയുന്നത്? ആത്മാവേ വേഗം വന്നതി പാപങ്ങളാകെ ഓർപ്പിക്കുക, ഞാനായവയോർത്തു അലറിക്കരവരിൽ ആയി തുണച്ചിടുക. എന്താണ് പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന ആത്മാവാണ്. കേഫാവിൻ കണ്ണുനീർ എപ്പോൾ ഒഴുകുമൻ കണ്ണിൽ നിന്നു ദൈവമേ എന്നുള്ളിൽ നിന്നും വസിച്ചിടുക എന്നൊരു പാട്ടുണ്ട്. അതും പരിശുദ്ധാത്മാവിന്റെ പാട്ടാണ്. ജീവിതം എന്നും ശരിയായിട്ടില്ല, അയ്യോ ജീവിപ്പിക്കും കർത്തനെ, ജീവിപ്പിക്കുന്ന ആത്മാവേ എന്നിലേക്ക് വരണമേ. ഉണർവിനായുള്ള വാഞ്ച എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്. അവിടെയുള്ള പാട്ടുകളൊക്കെ എടുത്ത് നോക്കണം. പരമനാഥന്റെ ഫലമം വരുന്ന പരമവത്സല അല്ലെ. വെറും കെട്ടുകാഴ്ചകളെ പോലെ ഞങ്ങളുടെ ആത്മീയത ആയിരിക്കുന്നു. ഞങ്ങൾ മൃതരായി തീർന്നിരിക്കുന്നു, ഞങ്ങളുടെ മേൽ ജീവൻ ഊതണമേ. എന്നാൽ ഇപ്പോൾ ആത്മീയത എത്രമാത്രം, നമ്മുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധം തന്നെ എന്തുമാത്രം കറപ്റ്റഡ് ആയിട്ടുണ്ട് അല്ലെ. എല്ലാം അടിപൊളി പാട്ടുകളാണ് പാടുന്നത്. പവർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം ആത്മീയത, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അവബോധം മാറിയിരിക്കുകയാണ്. പവർ ആർക്കാണ് പവർ വേണ്ടത്? ഹോളിനെസ് ആണ്. പാപത്തെ കുറിച്ച് ബോധം അല്ലെ. മലങ്കര സഭയിലെ ഉണർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഉണർവ് നവീകരണത്തോട് ചേർന്ന് തന്നെ നമ്മൾ കാണുന്നതാണ് ഉണർവ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടായി. ബാബുലാൽ സാറൊക്കെ പ്രസംഗിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് ജനങ്ങൾ അലറിക്കരയുകയാണ്. അവരുടെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ദൈവം മുമ്പാകെ ഏറ്റുപറയുകയാണ്. ഒരാൾ എഴുന്നേറ്റ് പറയുന്നു, ഞാനാണ് എൻ്റെ സഹോദരന്റെ കോഴിക്ക് വിഷം വെച്ച് പോകുന്നത്. കാലങ്ങളായിട്ടും ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു അജ്ഞാതമായ ഒരു കാര്യമാണ്. ഒരുത്തന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവന് പാവബോധം ഉണ്ടായിട്ട് അവൻ പബ്ലിക്കലി കൺഫസ് ചെയ്യാൻ. അപ്പോഴത്തേക്ക് സഹോദരൻ വരുന്നു, സഹോദരനെ കെട്ടിപ്പിടിക്കുന്നു, ഒരു റെക്കൺസിലിയേഷൻ ആരാധനയുടെ മധ്യത്തിൽ ഉണ്ടാകുന്നു, കൺവെൻഷൻ യോഗത്തിൽ ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധം വരുന്നു. ഇന്ന് ഇതെല്ലാം കല്ലിച്ച് കിടക്ക ചെയ്ത് തന്നെ പവർ കാണിക്കുകയാണ്. നമ്മൾ പവറിന് വേണ്ടി പാടുകയാണ്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കറപ്റ്റഡ് ആയി പോയിരിക്കുന്നു. ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. അവൻ നമ്മളെ എടുത്തുകൊണ്ട് പോകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിക്കണം. ഒരുപാട് പ്ലാനും പദ്ധതിയും ഒന്നും ജീവിതത്തെക്കുറിച്ച് വേണ്ട. അതൊന്നും വിലപ്പോകുന്ന ഒരു കാലത്തിലല്ല നാം ജീവിക്കുന്നത്. അല്ലേ? കർത്താവേ, ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. നിനക്ക് നിന്റെ ഹിതപ്രകാരം എന്നെ ഉപയോഗിക്കണമേ. ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത സ്റ്റാൻ സ്വാമി ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ.
നമ്മുടെ ഒരു ട്രഡീഷണൽ ആത്മീയതയ്ക്കകത്തൊന്നും അദ്ദേഹത്തെ ആ കള്ളികളിലൊന്നും ഉൾപ്പെടുത്താൻ ഒരു പക്ഷേ അദ്ദേഹത്തെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പൊങ്ങിപ്പോയ ആളാണ് ദൈവകരങ്ങളിൽ. ഈ വേദഭാഗത്തെ കുറിച്ച് നവജീവോദയത്തിന്റെ ജോർജ് റിയാൻ സാറിനോട് ഒരു ദിവസം സംസാരിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദി എന്നാണ്. അച്ഛനോട് അവനോട് പറഞ്ഞ, അച്ഛാ, നീന്തുമ്പോ തല മാത്രമേ വെളിയിൽ കാണൂ. തല ആരാണ്? ക്രിസ്തുവാണ്. സഭ നീന്തുന്ന സഭയാവണം. സഭ അദൃശ്യമാവണം. ദൈവമക്കൾ അദൃശ്യമാകണം. ക്രിസ്തുവിൽ മറയണം. അതാണ് ആത്മീയതയുടെ പുരോഗതി എന്ന് പറയുന്നത്. അതാണ് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അവൻ വളരും. യോഹന്നാൻ പറയുന്നുണ്ടല്ലേ, യോഹന്നാൻ സ്നാപകൻ, അവൻ വളരട്ടെ, ഞാനോ കുറയട്ടെ. പൂർണ്ണമായി അവന്റെ കരങ്ങളിൽ അവന്റെ ഒഴുക്കിനനുസരിച്ച് അവന്റെ ദിശയ്ക്കനുസരിച്ച് ചലിക്കുവാൻ കെൽപ്പുള്ളവരായി നമ്മുടെ തലമുറകളെ നാം മാറ്റണം. നമ്മുടെ പ്ലാനിലേക്കും പദ്ധതിയിലേക്കും നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം ആകരുത് നമ്മുടെ ആത്മീയത. അത് വിജാതീയമായ ആത്മീയതയാണ്. അപ്രകാരമുള്ള പ്രാർത്ഥന വിജാതീയമായ പ്രാർത്ഥനയാണ്. അപ്രകാരമുള്ള ആത്മീയതയുടെ ഏതൊക്കെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും പലതും നമ്മൾ കറപ്റ്റഡ് ആണ് എന്ന് തിരിച്ചറിയുക. ഇതിൽ നോക്കിയും യേശു കർത്താവിന്റെ വചനത്തിൻ പ്രകാരം നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവനോടൊപ്പം പുരോഗമിക്കുവാനായിട്ട് കഴിയണം. ഈ വെള്ളം താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 9-ാം വാക്യത്തിലേക്ക് വരട്ടെ, സമയം കഴിയാറായല്ലോ. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ നിന്ന് ഉണ്ട്, മത്സ്യം വളരെ ഉണ്ടാകും. അല്ലെ, അതിനു മുമ്പ് നാം കാണുന്നുണ്ട് വെള്ളം കടലിൽ വീണിട്ട് 8-ാമത്തെ വാക്യത്തിൽ കടലിൽ വീഴുന്നു, ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. ഏത് കടലാണ് പറയുന്നത് അറിയാമോ? ചാവു കടലാണ് പറയുന്നത്. ഡെഡ് സീ. ദെയർ ഈസ് നോ ലൈഫ്. ദൈവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ വെള്ളം ഒഴുകി ചെന്നിട്ട് വീഴുന്നതിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ജീവൻ ഉണ്ടാകും. ലൈഫ്ലെസ്നെസ് ആണ്. അവിടേക്കാണ് ദേവാലയത്തിൽ നിന്നുള്ള ഉറവ ഒഴുകുന്നത്. ആ ഉറവയോട് ഒപ്പമാണ് ദൈവ പൈതൽ ഒഴുകുന്നത്. ജീവൻ നൽകുന്നതാണ് ദൈവത്തിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ ശുശ്രൂഷ. അല്ലെ, സാംസാമിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. നമ്മുടെ കാറ്റഗറിയിലായിരുന്നു അദ്ദേഹം. ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ആളല്ലേ. ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISSന്റെ പ്രിൻസിപ്പളായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മനിലയിലേക്ക് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ബ്രസൽസിൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ബ്രസൽസിൽ വെച്ച് അദ്ദേഹത്തിന് പറഞ്ഞാണ്, യു മേ സ്റ്റേ ബാക്ക്, ഐ വാണ്ട് ടു ഗോ ബാക്ക്. അതായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു. ISS പ്രിൻസിപ്പളായി അവിടെ ബാംഗ്ലൂർ തുടരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും ഇവന്റ് ജാർഖണ്ഡ് കർത്താവ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ജീവൻ ഉണ്ടാകേണ്ടതിന് എവിടൊക്കെയോ ജീവൻ ഉണ്ടാകേണ്ടതിന് തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. അതൊരു കോൺഷ്യസ് പ്രോസസ്സ് പോലും അല്ല. നമ്മുടെ ആത്മീയതയുടെ ഓരോ ദിവസവും നമ്മൾ വളരുന്നതനുസരിച്ച്, പുരോഗമിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ ഉപയോഗിക്കും. അവൻ നമ്മളെ വഴി നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കൊരു തങ്കച്ചാനെ അറിയാം. അദ്ദേഹം അലഹബാദിലുള്ള ആളാണ്. 1960കളിൽ അമേരിക്കയിൽ ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് PhD എടുത്ത ആളാണ്. അദ്ദേഹത്തോട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി പറഞ്ഞു, യു മസ്റ്റ് സ്റ്റേ ബാക്ക്, വി നീഡ് ആൻ ഇന്ത്യൻ പ്രൊഫസർ. അദ്ദേഹം പറഞ്ഞതുപോലെ ഐ വാണ്ട് ടു ഗോ ബാക്ക്. അലഹബാദിന്റെ പ്രദേശത്ത് വളരെ ഫലകരമായി അനേക ആളുകൾക്ക് ദൈവത്തിന്റെ സ്നേഹം പങ്കിട്ട് കൊടുക്കുവാൻ കഴിഞ്ഞ ഇപ്പോൾ ഹീസ് ഓൾമോസ്റ്റ് 90. അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഇതാണ് ജീവിതത്തിന്റെ പ്രാധാന്യം. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ ഈ ലോകത്തിന്റെ ആത്മീയതയുമായി, ലോകത്തിന്റെ നശ്വരമായ കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞ വിധത്തിൽ നമ്മുടെ ആത്മീയത അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവാണ് നമ്മുടെ നിയന്ത്രകൻ. അവന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവമാണ് ആത്മീയതയുടെ അനുഭവം എന്നുള്ള തിരിച്ചറിവോടെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. ജീവൻ പകരണം. എല്ലായിടങ്ങളിലും ജീവൻ വറ്റി വരളുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. ആര് പോകും? അല്ലെ, ഇതിൽ പുതിയ പുറപ്പാടിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. പുതിയ യാത്ര ആരംഭിക്കുകയാണ് കർത്താവിനോട്. കുറെ നാളുകൾ നമ്മുടെ ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നു. നമ്മുടെ ശുശ്രൂഷകളൊക്കെ നാം പകച്ചു നിന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? കർത്താവ് വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് കൺവെൻഷനായിട്ട് കൂടി വരാൻ. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലെൻസിങ്. ഈ ഞായറാഴ്ച ക്ലെൻസിങ് ഓഫ് ദ ടെമ്പിളിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. സഭയുടെ ശുദ്ധീകരണത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്.
Let us cleanse ourselves. Let us cleanse our spirituality, our consciousness. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ഒരു വിശുദ്ധീകരണം ഉണ്ടാകണം, ഒരു ക്ലെൻസിങ് ഉണ്ടാകണം, ഒരു കഴുകൽ ഉണ്ടാകണം. അവനോടൊപ്പം മുട്ടോളമുള്ള ഉയരത്തിൽ നാം ജീവിക്കണം. മുട്ടിന്മേൽ നിൽക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. എന്നാൽ അവിടെയൊക്കെ വെറും കുറെ കാര്യങ്ങൾ പച്ചക്കറി കടയിലേക്ക് ലിസ്റ്റുമായിട്ട് പോകുന്നത് പോലെ ദൈവം മുമ്പാകെ അടുത്ത് വരാതെ, ലോർഡ് എന്റെയും അവന്റെയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ആഘോഷിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. അതിന്റെ ആസ്വാദനമാണ് പ്രാർത്ഥന. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം മുമ്പാകെ അവതരിപ്പിക്കാനുണ്ട്, അനേകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അങ്ങനെ ഇടിവിൽ നിൽക്കുന്ന അനുഭവമാണ് അല്ലെ. ഒരു പുത്രനായ കർത്താവ് ലോകത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ ഇടിവിൽ നിൽക്കുന്ന അനുഭവമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറണം. നമുക്കുള്ളതൊക്കെ അവൻ തരും. അഷ്വറൻസ് ആണ് ജീവിതത്തിലെ അനുഭവങ്ങളിൽ എന്ന് പറയട്ടെ, ഒന്നിനും ഒരു മുടക്കമില്ല, ഒരു വിചാരമില്ല, ഒരു ആകുലതയില്ല. അപ്രകാരം ജീവിക്കാൻ ഈ ചുരുങ്ങിയ ആയുസിനുള്ളിൽ, ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിനുള്ളിൽ ധാരാളമായ അനുഗ്രഹങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. We need to have that kind of an assurance. കുറെ കൂടെ അശുദ്ധീകരിക്കുന്ന, വിഴുങ്ങിക്കളയുന്ന ലോകത്തിന്റെ സാഹചര്യങ്ങൾ നാം ജീവിക്കുമ്പോൾ ഓരോ ദിവസവും, ഓരോ ഇടപാടുകളിലും, ഓരോ വാക്കുകളിലും, ഓരോ പ്രതികരണങ്ങളിലും, ഓരോ കാഴ്ചയിലും, ദൈവം ഏൽപ്പിക്കുന്ന പദവികളുടെ നിർവഹണത്തിലും എല്ലാം കർത്താവിന്റെ വിശുദ്ധിയിൽ വളരുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും കുറെ കൂടെ മുമ്പോട്ട് പോകണം. കർത്താവെ അധികം അല്ലെ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ പൗലോസ്ലീഹ പറയുന്നുണ്ട് അല്ലെ. സഭയുടെ സൃഷ്ടിയും ശില്പിയും പണിക്കാരമായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാനുള്ള താല്പര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യണം. കുറെ കൂടെ കർത്താവിനോടൊപ്പം മുമ്പോട്ട് പോകാൻ, ഈ ആത്മീയയുടെ ആസ്വാദനത്തിന്റെ അടുത്ത പടവുകളിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ. ഈ ഊഷരമായ അനുഭവങ്ങളിൽ അകപ്പെട്ടു പോകാൻ അവിടുന്ന് സമ്മതിക്കരുതേ. ജീവിതത്തിന്റെ എല്ലായിടങ്ങളിലും ജീവൻ പകരുന്ന അല്ലെ, ജീവൻ പകരുക യേശു കർത്താവിന്റെ ശുശ്രൂഷയാണ് ഇവിടെ കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ വന്നത് അല്ലെ. നിങ്ങൾ ചെല്ലുന്നിടം, നിങ്ങൾ ചെന്ന് വീഴുന്നിടം അത് ചാവുകടലിന്റെ അനുഭവമാണെങ്കിൽ അവിടെ മത്സ്യങ്ങൾ ഉണ്ടാകും, അവിടെ ജീവൻ ഉണ്ടാകും, അവിടെ വൃക്ഷങ്ങൾ ഉണ്ടാകും, പുതിയ ചില പൊടിപ്പുകൾ, പുതിയ ചില വളർച്ചകൾ, പുതിയ ചില സന്തോഷങ്ങൾ അതിന്റെ അടയാളപ്പെടുത്തലുകളായിട്ട് മാറാനാണ്, അതിന്റെ ഏജൻസ് ആയിട്ട് മാറാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം ഈ സന്ധിയിൽ ഒരുമിച്ച് ചേർന്ന് വന്നത്. ഗോഡ് ഹെൽപ്പ് മീ എന്ന വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ നവീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് ജീവൻ പകർന്ന അവന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകണം എന്ന് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, നമ്മുടെ എല്ലാ നീഡ്സും അറിയുന്നവനാണ്. ഡോണ്ട് ബി പാനിക്. ഈ പ്രതിസന്ധി സാഹചര്യത്തിൽ പാനിക്കാകുന്നതിന് വേണ്ടിയല്ല, ഡോണ്ട് ബി സ്കേർഡ്, ഭയപ്പെടുന്നതിന് വേണ്ടിയല്ല. ഹി നോസ് മീ, ഹി സീസ് മീ, ഹി ഈസ് വിത്ത് മീ. അവന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തവനാണ്. അവന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ അല്പം കൂടെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു, അല്പം കൂടെ വളരേണ്ടിയിരിക്കുന്നു. അവനോടൊപ്പം മുമ്പോട്ട് പോകാം. കർത്താവേ, നീ എന്നെ ഉപയോഗിക്കണമേ, നിന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കണമേ, നിന്റെ ജീവന്റെ ഒരു ഏജന്റായി എന്നെ കർത്താവ് കാക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമാപന പ്രാർത്ഥനയ്ക്കായി ബെനിച്ചാനെ ഞാൻ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ? കേൾക്കാം ബെനിച്ച. പരിശുദ്ധ പിതാവേ, സ്തോത്രം. ഞങ്ങൾക്ക് ഇടവകയായി കർത്താവെ, ഞങ്ങളുടെ ഇടവകയുടെ ആനുവൽ കൺവെൻഷനായി കൂടി വരുവാൻ സഹായിച്ചു കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ, വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കുവാൻ തക്കൊണ്ടും നിന്റെ ദാസനെ ഒരുക്കി ഞങ്ങൾക്കായിട്ട് അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ലോകത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവങ്ങളെ പറ്റിയൊക്കെയും ഓർക്കുമ്പോൾ വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലാകുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കൾക്ക് ഒന്നിനെപ്പറ്റിയും ഭയപ്പെടുവാൻ ആവശ്യമില്ല എന്ന് തിരുവചനത്തിൽ കൂടി നീ ഞങ്ങളോട് സംസാരിക്കുന്നു. യാതൊരു കാര്യത്തിൻ്റെ മുകളിലും ഞങ്ങൾക്ക് നിയന്ത്രണമില്ല. അവിടുന്നാകുന്നു സകലത്തിൻ്റെ നിയന്ത്രാതാവെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ മകനിൽ കൂടി കർത്താവെ, തിരുവചനത്തിൻ്റെ സത്യങ്ങളെ വിശകലനം ചെയ്ത് പഠിപ്പിക്കുവാൻ തൊക്കണം എൻ്റെ മകനെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വേദ പഠനം ഒരിക്കലും ഒഴിച്ചു മാറ്റി വെക്കുവാൻ ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അതിൻ്റെ സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തൊക്കണം, അതിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തൊക്കണം
ഞങ്ങൾക്ക് താല്പര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനിൽ കൂടി കർത്താവെ പ്രവചന പുസ്തകങ്ങളിൽ കൂടി ഞങ്ങളോട് സംസാരിച്ച വിഷയങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വികലതയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ പലപ്പോഴും കർത്താവെ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റുമായിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നവരാകുന്നു. വിജാതീയ ചിന്തകളിലുള്ള പ്രാർത്ഥനകൾ ഞങ്ങളിലേക്ക് കടന്നു വരുന്നവരാകുന്നു. ജീവനില്ലാത്ത പ്രാർത്ഥന കഴിക്കുന്നവരാകുന്നു. ഞങ്ങൾ പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാകുന്നു. കർത്താവെ, എന്നാൽ അവിടുന്ന് സകലത്തിനും ഞങ്ങൾക്ക് മതിയായ ദൈവമായിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായപ്പോൾ മുതൽ നീ ഞങ്ങളെ കണ്ട ദൈവമാകുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ നീ ഞങ്ങളെയൊക്കെയും അറിഞ്ഞ ദൈവമാകുന്നു എന്നുള്ള വിവേകവും അറിവും നിങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഉയരത്തിലെ ദൈവികമായ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ കർത്താവെ ജാതികളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ദേവാലയം തന്നു, തിരുവചനം തന്നു. ഞങ്ങൾ ചെറിയ കൂട്ടമായി നിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേട്ടു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ചെറിയ കൂട്ടമായി ഓരോ ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിയുന്നു. ഓരോരുത്തരുടെയും ആവലാതികളെ അവിടുന്ന് അറിയുന്നു. അവിടുത്തെ ഞങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എന്നാൽ അവിടുത്തെ കരുണയിലെ കൃപയില് ഓരോ ദിവസവും അവിടുത്തെ ദാനമായി ഞങ്ങൾക്ക് തരുന്നതിന് സ്തോത്രം കരയറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് നിന്റെ ദാസനിൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഓരോ പകലിൽ എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റും കേൾക്കുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും കർത്താവെ മറ്റുള്ളവരെ പറ്റി കമ്പയർ ചെയ്ത് ഞങ്ങളുടെ നന്മകളെ പറ്റി ശ്രേഷ്ഠത നടിക്കുന്നവരാകുന്നു. അവിടുത്തെ ദയയിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തോടെ ഏറ്റവും അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ സമൂഹത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ, ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ യുവജനങ്ങളെ കരങ്ങളിൽ തരുന്ന കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെയും കരങ്ങളിൽ തരുന്നു. ഇന്ന് കർത്താവെയും മയക്കുമരുന്നിനും മറ്റ് പലതരമായ ലൗകിക ചിന്തകളുടെ പുറകെ കർത്താവെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരുടെ കാവൽ അവർക്ക് ചുറ്റുമുണ്ടായിരിക്കണമേ എന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരുണയിലെ ദയയിലെ വിശുദ്ധിയോടെ ജീവിതം നയിപ്പാൻ തക്കോണം, തിരുവചന ധ്യാനത്തിൽ ജീവിപ്പാൻ തക്കോണം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മാതാപിതാക്കളുടെ ജീവിതവും കർത്താവെ അതിന് മാതൃകയായി തീരുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളൊക്കെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവുകയുടെ കുറ്റങ്ങൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. ഞങ്ങളുടെ കർത്താവെ മാതാപിതാക്കളുടെ കുറ്റങ്ങളെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. സഭയായി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. കർത്താവെ, അവിടുന്ന് ഈ സഭയെ രൂപാന്തരപ്പെടുത്തി അവിടത്തേക്ക് കൊള്ളാവുന്ന മക്കളാക്കി തീർക്കുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും വിശ്വസാക്ഷികളായി ജീവിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ കർത്താവെ ഈ ജനത്തെ ചിതറിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ചിതറിച്ചു. ഒരുക്കിയിടങ്ങളിലൊക്കെയും കർത്താവെ ആയിരിക്കുന്നിടങ്ങളിലൊക്കെയും അവിടുത്തെ സാക്ഷികളായി ജീവിപ്പാൻ കൊണ്ടും വ്യത്യസ്തമായ ജീവിതം നയിപ്പാൻ കൊണ്ടും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിന്റെ ഈ ദേശത്ത് കർത്താവെ ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് വിളക്കുകളായി ശോഭിപ്പാൻ കൊണ്ടും ജാതികൾക്ക് കർത്താവെ പ്രകാശമായി ശോഭിപ്പാൻ കൊണ്ടും മാതൃകളവരായി ജീവിപ്പാൻ കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ആത്മീയമായി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സകല രോഗങ്ങൾക്കും വൈദ്യനായി കൂടെയുള്ളതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കർത്താവെ നാളെ ആരാധനയിൽ മടങ്ങി വരുമ്പോൾ നിന്റെ കർത്താവെ സാന്നിധ്യത്തിൽ പാലന കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരുണയിൽ ഞങ്ങളെ കാത്താട്ട് പരിപാലിച്ചാട്ട് നന്മകളാൽ നിറച്ചാട്ട്
ഇതിൽ കർത്താവെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് കാണുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ കരുണയിൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാൻഡമിക്കിന്റെ സമയത്തും കർത്താവെ ഞങ്ങൾക്ക് വേണ്ട ടെക്നോളജി തന്ന് ഞങ്ങൾക്ക് കർത്താവെ ഒരു സമൂഹമായി നിന്നെ സ്തുതിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്ന അവസരത്തിനായിട്ടും സ്തോത്രം. സകല കാര്യങ്ങളും അവിടുന്ന് അറിയുന്നതുകൊണ്ട് സ്തോത്രം. സകല ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം വിശുദ്ധമാക്കണമേ, രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ക്ഷമിക്കണമേ. ത്രിയേക ദൈവത്തിന്റെ കൃപകൾ, വാഴ്വുകൾ, സമാധാനം നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തോടൊപ്പം നാം എടുത്തിരിക്കുന്ന തീരുമാനത്തോടൊപ്പം എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുവാൻ